അവരെ കൊണ്ടുപോയി. തക്കാൻ മജീദും വീരാക്കി. ഭാസ്കരനും പെണ്ണും ബീരാക്കയുടെ വീട്ടിലുണ്ടായിരുന്നു. മുസ്ലിയാരെ കലിമ ചൊല്ലി കൊടുക്കുന്ന കേട്ട. ഇപ്പോൾ അവർ ടൗണിലേക്ക് പോയിട്ടുണ്ട്. സ്റ്റാൻഡിൽ കാണും. 9:30 പൊന്നാനിക്കൊരു വണ്ടിയുണ്ട്, അതിനാ പോണേ. അയ്യോ, ദേ കറുത്ത പുള്ളിപ്പടേനെ കാണുന്നില്ല കേട്ടോ. കൂടടച്ചപ്പോ നോക്കിയില്ലായിരുന്നോ? ഇനി ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ? അതെവിടെയെങ്കിലും കയറിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് പോയിന്റ് അവിടെ എവിടെയെങ്കിലും പോയതാവും. വന്നോളും. കഴിഞ്ഞ് ആ കിടാവിനെ ഞാൻ അഴിച്ചു വിട്ടോ. പോ. അമ്മമ്മയുടെ സുന്ദരിക്കുട്ടി കോളേജിൽ പോവാൻ ഒരുങ്ങുക. ഈ സുന്ദരിക്കുട്ടികളെ ഒരു സോപ്പാണല്ലോ. അതെ, കുറച്ചു ദിവസമായിട്ട് കാലിന് വല്ലാത്ത മരവിപ്പ്. ആ രാമൻ വൈദ്യർ അവിടുന്ന് കുറച്ച് കുഴമ്പ് വാങ്ങാൻ പറഞ്ഞിട്ട് അവൻ ഒരു കുലുക്കില്ല. പിശുക്കനാ. എന്റെ കൊച്ചു പറഞ്ഞ അവൻ വാങ്ങിത്തരും. അമ്മമ്മയ്ക്ക് തീരെ വയ്യ. എന്റെ മുത്ത് പറയില്ലേ? പറയാട്ടോ. അല്ല ദേവികമ്മേ, എന്തിനിങ്ങനെ ഒരു പിശുക്കന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തേ? അതുകൊണ്ടല്ലേ? പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് കൂട് തുറന്നപ്പോ എന്റെ പുള്ളിപ്പടേനെ കാണുന്നില്ല. എവിടെ പോയാവോ? സഫിയാത്തന്റെ പൂവന്റെ കൂടെ അവിടെ എങ്ങാനും വന്ന് കേറിയിട്ടുണ്ടോ എന്തോ. അല്ലാന്റെ പഠിച്ചവനെ, ഇന്ന് ഞാനല്ലല്ലോ സീത കൂട് തുറന്നിട്ട്. എന്റെ മോളാ. ഞാനിട്ട് നോക്കിയതുമില്ല. ഞാൻ എങ്ങാനും കണ്ടാ വിളിക്കാട്ടാ. പെണ്ണെന്തി കാണിക്കണേ? സീതേച്ചേ, നിങ്ങക്ക് സന്തോഷമുള്ളൊരു വാർത്തയുണ്ടല്ലോ പത്രത്തില്. പാലിന് വില കൂട്ടാൻ പോണോന്ന്. ആ, ഞാൻ എന്തിനാ ഭാസ്കരേട്ടാ നോട പറയുന്നേ? ലിറ്ററിനെ 5 രൂപ വെച്ചാ കൂട്ടുന്നേ. ആ, പിണ്ണാക്കിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. വൈക്കോലാണെങ്കി ഇപ്പൊ കിട്ടാനുമില്ല. എന്റെ അഭിപ്രായത്തിലേ ലിറ്ററിന് 5 അല്ല കൂട്ടേണ്ടത്. ആഹാ, കൊള്ളാലോ. അച്ഛനും നിന്നേ. അച്ഛനോട് അമ്മമ്മ എന്തേലും വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ലേ? അപ്പൊ കുഴമ്പിന്റെ കാര്യോ? ഓ, കുഴമ്പിന്റെ കാര്യം ഇന്ന് വാങ്ങാട്ടാ. ഇന്ന് വാങ്ങാം. വാങ്ങണം. വാങ്ങാം. അമ്മമ്മയ്ക്ക് കാല് വയ്യാഞ്ഞിട്ടല്ലേ? അച്ഛനല്ലാതെ മറ്റാരെങ്കിലും വാങ്ങിക്കൊടുക്കാനുണ്ടോ? ഇല്ലല്ലോ. ഈ അച്ഛന്റെ ഒരു പിശുക്ക്. ആ, ഭർത്താവിന് പറ്റിയൊരു ഭാര്യ സ്വന്തം അമ്മയാ. ചോദിച്ചറിഞ്ഞ് വാങ്ങി കൊടുക്കേണ്ടതാ. എന്നിട്ടാ ഡിസ്ചാർജാ.
ഇന്ന് മഗ്‌രിബ് കഴിയുമ്പം നമുക്ക് അവിടം വരെ ഒന്ന് പോണം. ഇല്ലെങ്കിൽ സൈറമോക്ക് അതിന്റെ മോശം. സമീറ പ്രസവിച്ചു കിടക്കുമ്പോൾ ആ ഇക്കായി ഇത്തായും ആശുപത്രിയിലും ഇവിടെയായിട്ടൊക്കെ 2-3 വട്ടം വന്നിട്ടുണ്ട്. നിന്റെ അനിയത്തി പ്രസവിച്ചു കിടന്നപ്പോ നിന്റെ ഇക്കായി നാത്തൂനും ആസ്പത്രിയിലും വീട്ടിലൊക്കെ വന്നതല്ലേ? എന്നിട്ട് അവരുടെ മോള് പ്രസവിച്ചു കിടക്കുമ്പോ നിന്റെ വാപ്പയും ഉമ്മയും അവിടം വരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോന്ന് ഗഫൂറിന്റെ ഉമ്മ മോളോട് ചോദിക്കില്ലേ? ചോദിക്കും. സൈറ മോളുടെ അമ്മായിയമ്മ നിന്നെപ്പോലൊരു പരമ ബുദ്ധൂസാണെങ്കിൽ തീർച്ചയായും ചോദിക്കും. എടി ബുദ്ധൂസേ, ഈ സ്നേഹം എന്ന് പറയണത് കടം കൊടുക്കുന്ന ഏർപ്പാടല്ല, തന്നത് അതുപോലെ തിരിച്ചു കൊടുക്കാൻ. ഓ, നിങ്ങളെ തത്വൊന്നും എനിക്ക് കേക്കണ്ട. ഇന്ന് ആസ്പത്രി പോയേ തീരൂ. നിന്റെ മോക്കൊരു തക്കക്കേടുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കൂല. അബ്ദു എവിടെ? അപ്പറുണ്ട്. ഇവനെന്താ നിന്ന നിപ്പ് കാണാണ്ടാവും, അതുപോലെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. മായാവിയ പാഹയൻ. ഐഷേതാ, പാത്രങ്ങളൊക്കെ കഴുകിയാ? അബ്ദോ. ഓ, എന്താ അത്? കൊപ്ര ആട്ടാൻ. എടാ ബുദ്ധൂസേ, ദിവസത്തെ എത്ര തവണയാ കാറ് പുറത്തേക്ക് പോകുന്നേ? ഒരു ചാക്കല്ലേ ഉള്ളൂ. കാറ് പുറത്തു പോകുമ്പോ ആ ചാക്ക് ഡിക്കിലിട്ടാ നീ അത്ര ദൂരം സൈക്കിൾ ഓട്ടണോ? ഞാനൊരു കാര്യം പറഞ്ഞിട്ട്. തെക്കേപ്പറമ്പിലെ പണിയുടെ കാര്യല്ലേ? അൽഹംദുലില്ലാ, മറന്നിട്ടില്ല അല്ലേ? ഭാസ്കരനെ കിട്ടാണെങ്കിൽ മൂപ്പരെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഞാൻ 2 അണ്ണന്മാരെ കൊണ്ടുവന്നേ. വേണ്ട, അവന്മാര് വേണ്ട. കണ്ണ് തെറ്റ വെറുതെ നിൽക്കുന്ന ജന്മങ്ങളാ. പണ്ടാണെങ്കിൽ ശരിയാ, അവന്മാർക്കൊക്കെ ഒരു ഗുണമുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പഠിച്ചു പോയില്ലേ? നീ ആ ഭാസ്കരനെ കിട്ടുമോ നോക്ക്. അവനാകുമ്പോ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. പണിക്കൊക്കെ ഒരു നേരും ശേലും ഉണ്ട്. ചെല്ല്. ഞാൻ പറഞ്ഞതിൽ 5 പൈസ കുറച്ച് തരികയില്ല. നഷ്ടവോ? എന്തോന്ന് നഷ്ടം? എടാ, ഒരു മിണ്ടാപ്രാണിക്ക് ഇത്തിരി വെള്ളവും വൈക്കോലും കൊടുത്തെന്ന് പറഞ്ഞു ഒരു നഷ്ടവും വരാനില്ല. അഥവാ വന്നാലേ ആ നട്ടം ഞാൻ അങ്ങ് സഹിച്ച്. അല്ലാതെ പശുവിന്റെ മുലയ്ക്ക് തേയ്മാനമൊന്നും വരികയല്ലോ. നിന്റെ ഇമ്മാരി കച്ചവടം ഒന്നും എന്റെ അടുത്ത് നടക്കുകയില്ല. നീ വെച്ചിട്ട് പോയ ഫോൺ വെച്ചിട്ട് പോടാ നീർക്കോലി. അല്ല പിന്നെ 16,000 രൂപയുടെ മുതലാ. ഞാൻ അവനോട് ഒരു 500 രൂപ ലാഭം ചോദിച്ചു. അപ്പൊ അവനെ 16 രൂപയ്ക്ക് വേണം. കൊടുക്കുകയല്ല ഞാൻ. അല്ല, ഈ 500 രൂപ എന്ന് പറഞ്ഞ ഇപ്പൊ എന്നാത്തിനുണ്ട്? ഈ ഉമ്മറിന്റെ കടയിൽ നിന്ന് 2 ദിവസം ചായ കുടിക്കുന്ന കാശേ ഉള്ളത്. അത് പോയി നിനക്ക് പറഞ്ഞ നേരാ. ഉമ്മർക്കാന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചാ അത് 500-ലും തീരൂല, 1000-ലും തീരൂല. ചായക്കട പഴയതാണെങ്കിലും സാധനത്തിനൊക്കെ എന്താ? അതേടാ, എന്റെ കടയിൽ കുറച്ച് വില കൂടുതലാ. നീ ഇങ്ങോട്ട് കയറണ്ട. ഒരു 10-300 രൂപ തരാണ്ടല്ലോ, അതിങ്ങനെ എടുത്തേ. ഒരു തമാശ പറയാൻ പോലും സമ്മതിക്കൂല. എന്തേലും പാട്ടെ, ഒരു ചായ എടുത്ത്. എനിക്കിപ്പോ വേണ്ട. നിനക്കല്ല, എനിക്കാ. എടുത്തേ. ഉമ്മർക്കാ, ആ കുന്നേലെ ഭാസ്കരനെ കണ്ട? നേരത്തെ പാലും കൊണ്ട് വന്നു പോയി. തെക്ക എവിടെ പണിയുണ്ടെന്ന്. മൂപ്പര് വരാണെങ്കിൽ കരീംക്കെ തിരക്കിന്ന് പറയണേ. മംഗലത്തെ വീട്ടിലെ പണിക്കാണെങ്കിൽ ഞാൻ വരട്ടെ അബ്ദു. അയ്യോ, എനിക്ക് അവിടെ കഞ്ഞി കുടിച്ച് പോണേ. ആരും ചിരിക്കണ്ട. അയാള് പറഞ്ഞത് ശരിയാ. ഞാൻ ഭാസ്കരനല്ല, അയാള് വെറും മണ്ടൻ. പോത്തിനെ പോലെ പണിയെടുത്തിട്ട് കണക്ക് പറഞ്ഞു കൂലി മേടിക്കാൻ അറിയാത്ത ജന്തു. പിശുക്കന്മാർക്ക് പുള്ളി എന്നൊരു പത്തിയാ. ബംഗാളികൾ പോലും കണക്ക് പറഞ്ഞു കൂലി മേടിക്കണ കാലമാ. ആ നേരത്തെ എനിക്കിട്ട് പണിയരുത്. കൂലിക്കനുസരിച്ച് പണി, പണിക്കനുസരിച്ച് കൂലി. അതാണ് എന്റെ പോളിസി. ചുമ്മാതല്ല നിന്റെ വീട്ടിൽ പട്ടിണി. അതല്ലേ ഒരു കുറവുള്ളു. അത് ഞാനങ്ങ് സഹിച്ച്. എന്നാലും ഒരു പരിധിയൊക്കെ വേണ്ടടാ. എത്ര ദിവസമായി നാവിന് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട്. മീൻ കൂട്ടിയ കാലം മറന്നു. മീൻകാര് വരാറില്ലടി സീതേ? മീൻകാരൊക്കെ വരുന്നുണ്ടമ്മേ. പക്ഷെ മീൻ്റെ വില കേട്ടാ വാങ്ങാൻ തോന്നണ്ടേ? തോന്നില്ല. നീയേ ഭാസ്കരനേക്കാൾ പിശുക്കിയ. ചക്കയും ചങ്കരനും. അമ്മയുടെ തനി സ്വഭാവം ആ കൊച്ചിന്. മീനില്ലാഞ്ഞിട്ടേ ഇന്നലെ രാത്രി അവളൊന്നും കഴിക്കാതെ കിടന്ന് പച്ചക്കറി കൂട്ടി മടുത്തൂത്രേ. തീ പിടിച്ച വിലക്കേ മീൻ വാങ്ങിച്ച് കഴിക്കാനുള്ള വരുമാനം അവളുടെ അച്ഛനുണ്ടോ? അതവൾ ഓർക്കണ്ടേ? ഇങ്ങനെയൊരു കൊച്ച്. കണ്ണടച്ച് തുറക്കുന്ന പോലെയല്ലേ കാലങ്ങളുടെ പോക്ക്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ 8 കൊല്ലാ കാത്തിരുന്നേ.
എന്തെല്ലാം വഴിപാടുകൾ കഴിച്ചു. അവസാനം ഗുരുവായൂരപ്പന്റെ കൃപയാ എന്റെ കൊച്ചു. ഈ തനൂല് 19 തികയാ. അല്ല, ഇത്തവണ പിറന്നാളിന് ഗുരുവായൂർക്ക് പോണില്ലേ? പതിവ് പോലെയാ. ഈ കിളവിക്കിങ്ങനെ ആയുസ് നീട്ടി കിട്ടിയതുകൊണ്ട് ഇത്തവണ നിന്റെ പോക്ക് മുടങ്ങി. ഈ പ്രായം വരെയൊന്നും മനുഷ്യരിട്ടേക്കരുത്. മറ്റുള്ളവർക്കത് കഷ്ടപ്പാടാ. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ചൊറിയണ വർത്താനേ വായിൽ വരില്ലു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. തെണ്ടിത്തരല്ലേ സാഹിബേ ആ കൂട്ടർ കാണിച്ച്? പൊന്നും പണമൊക്കെ തീരുമാനിച്ചിട്ടല്ലേ നമ്മുടെ ആളുകള് ആൾക്കാരെയും കൂട്ടുന്ന കല്യാണം ഉറപ്പിക്കുക. ഇത് കല്യാണം ഉറപ്പിച്ച് തീയതി നിശ്ചയിച്ച് വായേറ് നിറയെ ബിരിയാണിയും കഴിച്ചു പോയിട്ട് പിന്നെ സ്ത്രീധനം പോരാന്ന് പറഞ്ഞ് കല്യാണം ഒഴിയുക. ആ ചെക്കൻ്റെ ഉപ്പാന്റെ കരളത്തോട് കൊടുക്കുക വേണ്ടത്. ജാഹിലി. കാര്യമില്ല ഉസ്താദ്. ഫറലിനേക്കാൾ സുന്നത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന കൂട്ടരാ നമ്മുടെ നാട്ടിലെ സമുദായം. ഉദ്ഘാടനത്തിൽ നിലവിളക്ക് കത്തിച്ച അത് അനിസ്ലാമികം. അള്ളാന്റെ റസൂല് മഹത്വപ്പെടുത്തിയ ഒന്നാ മഹർ. ആ മഹറിനെ നല്ലൊരു തുക സ്ത്രീധനമായി വാങ്ങി അതിനെ പിച്ചക്കാശാക്കി മാറ്റിയിട്ട് അതിലൊരു അനിസ്ലാമികം കാണാൻ ഇവിടെ ആർക്കും കഴിയില്ല. അങ്ങനെ ആയിപ്പോയി നാട്. എന്നാ ഞാൻ ഇത് കൂടുതലാണല്ലോ സാഹിബേ. എന്താ അവര് വീണ്ടും വിളിച്ച? അല്ല, എന്താ പറയണ്ടേന്ന് പറഞ്ഞില്ല. ഇത് പണിയുണ്ടായിരുന്നില്ല ഭാസ്കര? ഉണ്ടായിരുന്നു, നേരത്തെ നിർത്തി. കരീംക്ക് അന്വേഷിച്ചെന്ന് പറഞ്ഞേ. ഇത് സഭയെ വീട്ടിൽ വന്ന് വാങ്ങിച്ചതാ. പിന്നെ തന്നാലും മതി. ഇല്ല, വെച്ചോ, പിന്നെ വാങ്ങാല. കരീംഖാനെ കാണട്ടെ. അന്വേഷിച്ചെന്ന് പറഞ്ഞു. തെക്കേ പറമ്പിൽ കുറച്ച് പണിയുണ്ട്, നാളെ വാ. അയ്യോ, അത് നാളെ കഴിഞ്ഞ് മോളെ പിറന്നാളാ. ഗുരുവായൂര് മോളെയും കൊണ്ട് തൊഴാൻ പോണ പതുകൊണ്ടേ. ആണോ? എന്നാ അത് കഴിഞ്ഞ് വന്നാ മതി, വൈകരുത്. ഇല്ല, മഴ പിടിച്ചാ പിന്നെ ഒന്നും നടക്കൂല. ഞാനാ വഴിക്ക്. ആയിക്കോട്ടെ. ആ പുതുതായി വെച്ച തെങ്ങിനെല്ലാം വളമിടാൻ സമയമായി. പോയേക്കാം. അച്ഛൻ ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാന്നാ വിചാരം. പണി നേരത്തെ കഴിഞ്ഞു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴാ കൊച്ചു വരാൻ നേരമായല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ കാത്തു നിന്നതാ. ഇതച്ഛന്റെ സ്ഥിരം ഡയലോഗ്. ഓടാ. കാറിലാണ് പോകുന്നതെങ്കിൽ അമ്മാമ്മേനെയും കൊണ്ട് പോയായിരുന്നു. ഇതിപ്പോൾ ഗുരുവായൂർ വരെയൊക്കെ കാറ് പിടിച്ച് പോകാന്ന് വെച്ചാൽ രൂപ എത്രയാവും? ഇനി അമ്മാമ്മേനെ ബസ്സിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ റോഡ് അത്രയും കുണ്ടും കുഴിയാണ്. കയറി ഇറങ്ങി അതൊരു പരുവമാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പം മരുന്നും കഷായം ഒഴിഞ്ഞ നേരം. അയ്യോ, ഇതെന്ത് പറ്റി? സ്കൂട്ടർ കേടായോ? ഇതിപ്പോ ശരിയോ? ഭാസ്കരന്റെ സഹായം വല്ലതും വേണോ? ഏയ് വേണ്ട, പോട്ടാ. ഈ അച്ഛന്റെ ഒരു കാര്യം, അത് സ്കൂട്ടർ അല്ല, ബൈക്കാ. നാണിച്ചു പോയി. അതിന് നീ എന്തിനാ നാണിക്കുന്നത്? എന്തായാലും അത് മോട്ടോർ സൈക്കിൾ തന്നെയല്ലോ. ഭാസ്കര, 2 ദിവസത്തെ പണിയുണ്ടല്ലോ ഭാസ്കര, നാളെ അങ്ങോട്ട് വരുമോ? അയ്യോ, നാളെ മോളെയും കൊണ്ട് ഗുരുവായൂർ തൊഴാൻ പോണല്ലോ. കഴിഞ്ഞു വന്നിട്ട് 2 ദിവസം മംഗലത്തെ കരിംകായ്ക്ക് പണിയുണ്ട്. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ അതുകൂടി കഴിഞ്ഞിട്ട് പോയോ? ഓ, അങ്ങനെയാവാം.
ദാ. അതെ, ഈ ഗുരുവായൂർക്ക് പോണെന്ന് അമ്മയ്ക്ക് നല്ല മോഹമുണ്ട്. ഞാനും അമ്മയും കൂടി വന്നാലോ? അത്ര ബസ് കയറി ഇറങ്ങി പോയി വരാനുള്ള ശേഷി അമ്മയ്ക്കുണ്ടാ? നീ അതെന്തറിഞ്ഞിട്ടാ? നമുക്കൊരു ടാക്സി പിടിച്ചു പോയാലോ? ടാക്സിയാ? സീതയെ കുറച്ച് കൂടുന്നുണ്ട്. ഒരു ടാക്സി ഗുരുവായൂർ പോയി വരാൻ രൂപ എത്രയാവും അറിയാം? നിനക്കൊന്നും കാശിന് ഒരു വിലയും ഇല്ലേ? അത്ര വലിയ ആഘോഷമൊന്നും വേണ്ട. ടാക്സി. അമ്മയെ കല്യാണം കഴിച്ച ആദ്യ കാലത്തൊന്നും അച്ഛനിങ്ങനെ ദൈവത്തിലും ഈശ്വരനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ മുത്തുണ്ടായതിന് ശേഷമല്ലേ 8 കൊല്ലം എത്ര വഴിപാടുകൾ നേർന്നു. അവസാനം ഗുരുവായൂരപ്പന്റെ കൃപയാ എൻ്റെ മുത്ത്. അന്ന് അമ്മമ്മ ഗുരുവായൂരപ്പന് കൊടുത്ത വാക്ക എല്ലാ പിറന്നാളിനും മുത്തിനെ കൊണ്ടുവന്ന് തൊഴിച്ചോളാന്ന്. കല്യാണം കഴിച്ചു വിട്ടാലും ഇത് മാത്രം മുത്ത് മുടക്കല്ലേ. അമ്മമ്മ എവിടെ? ഭയങ്കര തിരക്കായിരുന്നു. മോള് നന്നായിട്ട് തൊഴുതു. അടിപൊളി. അല്ലെങ്കിലും മീൻകറി വെക്കാൻ എന്റെ സീതക്കുട്ടിയെ വല്ല വേറെ ആരാ ഉള്ളത്? അച്ഛൻ അവിടെ വിശന്നിരിക്കുക, ചോറ് കൊടുക്കണം. കൊടുത്തോ? ഓ, ഭർത്താവിനോടുള്ള സ്നേഹം കണ്ടോ?
എന്റെ ഭഗവാനെ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവരൊന്ന് സ്റ്റണ്ട് കൂടുന്ന കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. കൊച്ചേ നല്ല അടി തരും ഒരു വർത്താനം. എന്താ അമ്മയും മോളും കൂടി ഒരു ബഹളം? അല്ല മമ്മേ, അമ്മയുടെ മീൻകറിയുടെ രഹസ്യം അമ്മമ്മയുടെ കൈപുണ്യം പാർന്നു കിട്ടിയതല്ലേ? അതെ, എന്റെ കൈപുണ്യം തന്നെയാ. അതിനെ ഇമ്മിണി പുളിക്കും. ഏ, അമ്മമ്മ മീൻകറി വെച്ചാ പുളിക്കുവോ? അയ്യേ, എങ്കിൽ കൊള്ളില്ല. അമ്മേ, ഈ കൊച്ചേ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുകയാണേ. അത് നേരാ, അമ്മ കറി വെക്കുന്ന കണ്ടിട്ട് തന്നെയാ ഞാൻ പഠിച്ചേ. പക്ഷേ എല്ലാത്തിനും എൻ്റെ ഒരു പരീക്ഷണമുണ്ട്. ഓ, ന്യൂ ജനറേഷൻ. ദേ ചോറ് വിളമ്പട്ടെ. വന്നപ്പോ മുതൽ ശ്രദ്ധിച്ചതാ, എന്തു പറ്റി? ഒന്നുമില്ല. എന്നാലും കൊച്ചിനിത് 19 വയസ്സാ. ആ ഇനി കൂടിയാ 2 കൊല്ലം. അത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു വിടണ്ടേ? വേണം. കൊച്ചിറങ്ങിപ്പോയാ പിന്നെ നമുക്കാരാ? അച്ഛാ ബാ, ഊണ് കഴിക്കാം, വിശക്കുന്നു. അമ്മ ചോറ് വിളമ്പ്. ചെല്ല് ചെല്ല്, ബാ. ആ മനുഷ്യനെയും മൃഗങ്ങളെയും പോലെ തന്നെയാ വൃക്ഷങ്ങളും. നല്ല പരിരക്ഷ കിട്ടിയ നല്ല രീതിയിൽ ആദായം തരും. അതെ. ഗുരുവായൂർക്ക് തൊഴാൻ പോയ വിശേഷമൊക്കെ എന്തുണ്ട്? നല്ല വിശേഷമൊക്കെ. ഭാസ്കരന്റെ മോളെ കണ്ടിട്ടുണ്ട്. ബഹുമിടിക്കുക. ഡിഗ്രി കഴിഞ്ഞാലും തുടർന്ന് പഠിപ്പിക്കണം കേട്ടോ. ഓ, സമയായി. ശരി. ആ ഭാസ്കരേട്ടാ, ശരി. ആ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. يا رب صل عليه وسلم. അസ്സലാമു അലൈക്കും. നമ്മുടെ ജമാഅത്തിന്റെ ഒരു അടിയന്തര കമ്മിറ്റി അസറിന് ശേഷം കൂടുന്നതാണ്. എല്ലാ കമ്മിറ്റി അംഗങ്ങളും നിർബന്ധമായും ഉണ്ടായിരിക്കണം. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ. അല്ല അജയരെ, ഇപ്പൊ ഇങ്ങനെ ഒരു അടിയന്തര കമ്മിറ്റി എന്തിനാന്ന് മനസ്സിലായില്ല. അതോ, അത് നമ്മുടെ നെറ്റിയാടൻ സൗദിന്റെ മകളെ ഇറക്കി വിട്ടതിന്റെ വക പലിശക്കടം കുറച്ച് കേറിയിക്കണ്. മൂപ്പര കവലയിലെ കടമുറി വിൽക്കാൻ പോണ്. പള്ളിക്ക് അത് വാങ്ങണം. പള്ളിക്കോ അതോ മംഗലത്തെ കരീമിനോ? ഇപ്പോ പള്ളിന്ന് പറഞ്ഞാ മൂപ്പരല്ലേ ബീരാനെ. പക്ഷേങ്കില് അത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പിടിപ്പുകേടില്ലേ ഹാജരെ? നിങ്ങൾ 3 ഹജ്ജ് ചെയ്ത ആളാ. ഈ പറഞ്ഞ ആളുകളേക്കാൾ കൂടുതൽ കുടുംബമഹിമയുണ്ട്. അങ്ങക്കല്ലേ പള്ളി പ്രസിഡന്റ് ആവാൻ കൂടുതൽ യോഗ്യത.
എന്നിട്ടും കാശുണ്ടായിട്ടും ഒരു ഹജ്ജിന് പോലും പോവാത്ത മൂപ്പരന്നല്ലേ 10 കൊല്ലായിട്ട് ആ കസരമ്മല്. ഇതൊന്നും ശരിയല്ല ആചാരേ. ഇതൊക്കെ മഹലുകാർ ചിന്തിക്കേണ്ട കാര്യല്ലേ വീരാനെ? നേരെ ഒരുപാടായില്ലേ കൊച്ചേ, നീ എപ്പോഴാ പോണേ? ഇല്ലമ്മേ, സമയാവുന്നേ ഉള്ളൂ. എവിടെ പോണ കാര്യം പറയണേ? ഇന്ന് കോളേജ് അവധിയല്ലേ? ആ, ഇത് നല്ല കഥയായല്ലോ. സകല വാർത്തയും വള്ളിപുള്ളി വിടാതെ അമ്മേന്റെ ചെവിയിൽ ഓതുന്ന ആളാണല്ലോ. ഇത് മാത്രം പറഞ്ഞില്ലേ? എന്ത്? അത് ഈ കൃഷ്ണയുടെ മുത്തിനോട് പോയി വന്നിട്ട് പറയുന്നതാ ഭംഗിന്ന് തോന്നി, അതാ. കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണം അത്രേ. വല്യമ്മയുടെ തുളസി ചേച്ചിയുടെ വീടില്ലേ, അതിന്റെ അടുത്താ വീട്. കൂടെ പഠിക്കണ എല്ലാരും പോണ്ടത്രേ. ആണോ? എന്നിട്ട് ആ കുറുമ്പ് എന്നോട് പറഞ്ഞില്ലേ? ഇത് തിന്ന് കഴിഞ്ഞിട്ട് വരെ തരാം കേട്ടാ. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോ കാടിവെള്ളം തരാം. രമേശ നോക്കണ, നല്ല വേണ്ട. നിനക്കൊന്നും 20 ലിറ്റർ പാല് ഇറക്കാനുള്ള യോഗ ഇല്ലടാ. സന്ധ്യ അവ നിക്കരുതേ, പെട്ടെന്ന് തിരിച്ചു വരണം. ഛേ, ഒരു പൊട്ട് തൊട്ടൂടെ നിനക്ക്? ഓ വേണ്ടമ്മേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊട്ടും കുറിയൊക്കെ ഒരു മോശം പോലെയാ കാലം. പോട്ടെ അമ്മേ. മോളാ, ഞാനിപ്പോഴും ചെറിയ കുട്ടിയെന്നാ വിചാരിച്ചേ. നേരം വെളുക്കണ പോലെയല്ലേ പെൺപിള്ളേരെയൊക്കെ വളർച്ച അങ്ങോട്ട്. അപ്പൊ അടുത്ത് തന്നെ പപ്പടവും പഴവും പായസവും ഒക്കെ കൂട്ടി ഒരു ശാപ്പാർ അടിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അല്ലേ? അതെ, നല്ല എനവാ, തൊഴുത്തിലേക്ക് കെട്ടട്ടെ. വിലയൊക്കെ ഞാൻ ഭാസ്കരനായിട്ട് പറഞ്ഞോളാം. വേണ്ട വേണ്ട, ഇവിടെ ഉള്ളതിനെ തന്നെ നോക്കാൻ പറ്റില്ല. അല്ല, ചോദിക്കാൻ വിട്ടുപോയി, എന്തിയാ അവള്? ആര്? ഹാ, ഞാൻ തെക്കുംപുറത്ത് വാങ്ങിച്ചു വന്നിട്ട് എനയില്ലേ അത്. അല്ല, അതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. അത് ഇനി ആർക്കെങ്കിലും മറിച്ച് വിറ്റോ? അങ്ങനെ കൊടുത്താലും ഞാൻ അറിയും. അല്ല, ഭാസ്കരൻ അത് എന്നോട് പറയും. അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. ഞാനാണല്ലോ ഭാസ്കരൻ അതിനെ വാങ്ങിച്ചു കൊടുത്ത്. ആട്ടെ, ഇപ്പൊ 2 നേരം കൂടി ഒരു 20 ലിറ്റർ കിട്ടുമോ? നോക്കിയില്ല. ആ, അതൊക്കെ ഇടയ്ക്കൊന്ന് നോക്കണ്ടേ നിങ്ങള്? എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ, വാ. ആള് നല്ല മിടുക്കിയായല്ലോ. ഭാസ്കരനെ അന്നേരം ഒരു ശകലം ധൃതി കൂടിപ്പോയി. അല്ലേ ഒരു 500 കൂടെ താത്തി കിട്ടേണ്ടതാ. എനിക്കൊരു പരാതിയുണ്ട് കേട്ടോ, എന്റെ പോക്കർ കാശ് തീരെ കുറഞ്ഞു പോയി. അതെ, ഇടയ്ക്കൊന്ന് എന്നെ മാറ്റി പിടിക്കുന്ന നല്ലത്. ആ കെട്ടിയിരിക്കുന്നതിന്റെ തള്ളയ്ക്ക് 2 നേരം കൂടി 24. തള്ള വേലി ചാടിയ മോള് മതിലി ചാടുന്നാണല്ലോ. എന്താ ദേവിയമ്മേ, നോക്കണണ്ടാ? ഇല്ല, തൽക്കാലം ഉള്ളതന്നെ മതി. ആ കിടാവ് കിടന്ന് കരയുണ്ടേ, വിശന്നിട്ടാ തോന്നുന്നുണ്ട്. വിശന്നിട്ടാ? ഒരു ബക്കറ്റ് കാടിവെള്ളവും 2 പിടി ബൈക്കോലും തിന്നിട്ട് നിക്കണം നിപ്പാത്. അതെ, മിണ്ടാപ്രാണിയെ പട്ടിണിക്കിട്ടിട്ട് ആദായം ഉണ്ടാക്കുന്ന പരിപാടി ഈ മൊയ്തീനില്ല. ആ ഒരു ആദായം എനിക്ക് വേണ്ടേ വേണ്ട. അല്ല പിന്നെ ഓണം കൊടുക്കാനായിട്ട് കിടാവ്. കുറച്ചു കാലമായിട്ട് ഈ ശല്യമില്ലായിരുന്നു, തുടങ്ങിയിട്ടുണ്ടല്ലോ. കരിങ്കണ്ണനാ, നീ ഇങ്ങ് വന്നേ. ഇന്നാൾ ഇതുപോലെ തൊഴുത്ത് കണ്ടുപോയിട്ട് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? കുറച്ച് ഉപ്പും മുളകും കാലിന്റെ അടിയിലെ മണ്ണൊഴിഞ്ഞ് അടുപ്പിലിട്. കരിങ്കണ്ണൻ. ഉമ്മർക്കാർ ചായ. ആ, ഇന്ന് പണിയുണ്ടായിരുന്നില്ലേ ഭാസ്കരേട്ടാ? ഓ, മാടശ്ശേരിയിലായിരുന്നു. തോമസ് ഏട്ടൻ്റെ അളിയൻ മരിച്ചു, പിന്നെ നേരത്തെ അങ്ങ് നിർത്തി. അല്ല, ഏത് അളിയൻ എന്ന് പറയുമ്പോ വയനാട്ടിലാ കറുത്തിട്ട്? പുള്ളിക്ക് എന്താ പറ്റിയത്? അസുഖം വല്ലതും? ആത്മഹത്യയായിരിക്കും. അതേന്ന് ഒരു സംശയവും വേണ്ട, വയനാട്ടുകാരനല്ലേ, ആത്മഹത്യയായിരിക്കും, ഉറപ്പാ.
ഇവന്മാർക്കൊക്കെ കുറച്ച് നിലം കാണുന്നേ. വല്ല ബാങ്കിൽ നിന്നാ ബ്ലേഡിൽ നിന്നാ പണം പലിശക്കെടുത്തിട്ട് കൃഷി ഇറക്കും. മഴയും കാറ്റും വന്ന് കൃഷി നശിക്കും. ഒരു കൃഷി നശിക്കാൻ ഇതുപോരെ. ബാങ്കുകാർ വരും ജപ്തി ചെയ്യാൻ ഒരു വശം, ബ്ലേഡുകാരുടെ കൊട്ടേഷൻ സംഘം മറുവശം. ഇതിന്റെ ഇടയിൽ എളുപ്പവഴി എന്താ? ആത്മഹത്യ. ഗോപാലോ, ഞാൻ ഈ കടയിലെ പലഹാരമൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞു. അതാ നല്ലത്. അപ്പവും പുട്ടൊക്കെ മാറ്റി, ഇനി ഇഡ്ഡലിയും ദോശയും. മാവാട്ടാൻ കല്ലിന് ഓർഡറും കൊടുത്ത് ഇപ്പൊ പണിക്കാരനെ കിട്ടി. പണിക്കാരനാ? അതാരാ? നീ അല്ലാതാരാ? ഞാനാ? ആ, നിന്റെ പറ്റെഴുതി എന്റെ കൈയൊടിഞ്ഞു രവി. മാവാട്ടിച്ചെങ്കിലും അത് മുതലാക്കണ്ടേ? കടം വന്നാൽ ആ വയനാട്ടുകാരന്റെ ഗതി എനിക്കും വരൂലേ? എത്ര നേരായി ഈ കൊച്ചെവിടെ പോയി കിടക്ക്. നേരത്തെ വരണമെന്ന് പറഞ്ഞത് ഒരനുസരണയില്ല. കൊച്ചു വന്നോ സീതേ? ഇല്ലമ്മേ, നേരെ ഒരുപാടായല്ലോ. ചേട്ടൻ വരുന്നുണ്ട്. എന്താ സീതേ? കൊച്ചിതുവരെ വന്നിട്ടില്ല. അതെന്താ? വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഇപ്പം കവലയിൽ ബസ് ഇറങ്ങി കാണും. ഞാൻ പോയി വിളിച്ചോണ്ടുവരാം. നീ ഇതങ്ങ് വെച്ചോ. നീയൊന്ന് സമാധാനപ്പെടുത്തേ. കൊച്ചിപ്പ വരുന്നേ. നിങ്ങൾ തേർ പോയി കിടക്കുന്നതിന്റെ മനുഷ്യ പള്ളി പോയതാ. ആ സീതയുടെ മോള് കാലത്ത് കൂട്ടുകാരുടെ വീട്ടിൽ കല്യാണത്തിന് പോയതാ. ഇതുവരെ വന്നിട്ടില്ല. അന്വേഷിച്ചു പോയ ഭാസ്കരനെയും കണ്ടിട്ടില്ല. ആ തള്ളയും പെണ്ണും അവിടെ നെലോളി കൂട്ടുക. വരുമ്മക്കൊന്ന് പോയി വെക്കാം. മഴ പെയ്യുണ്ട്. അത് കൂടുന്നതിന് അല്ലാ, ഓൾക്ക് എന്താ പറ്റിയ? വേഗം നടക്ക് പഠിച്ചോനെ. ആളറങ്ങാണ്ട് പാമ്പ് പാമ്പ് പോലെ 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 ഇവിടെ ഇറങ്ങട്ടാ. ഫോണാണെങ്കിൽ അവൾ കൊണ്ടുപോയിട്ടില്ല. കൂട്ടുകാരികളുടെ ഫോണെന്നെങ്കിലും അവൾക്കൊന്ന് വിളിച്ചു. എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാ. ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കാണ്ട് എന്റെ സീതേ. ഓളിപ്പോ വരൂ. സന്തോഷിന്റെ ഓട്ടോറിക്ഷയാണല്ലോ അത്. കൊച്ചെവിടെ? എന്റെ കൊച്ചിന് എന്താ പറ്റിയേ? എന്റെ കൊച്ചിന് എന്താ പറ്റിയേ പറ. എന്റെ കൊച്ചിന് എന്താ പറ്റിയത്? കൂടെ പഠിക്കുന്ന 2 കുട്ടികളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചായിരുന്നു. പക്ഷേ അവരുടെ അറിവിൽ ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല. അപ്പോ ഉസ്താദ് സംശയിക്കണ്ട, സംഗതി വിളിച്ചോടം തന്നെയാ പ്രേമം. പറ, എന്റെ കൊച്ചിന് എന്താ പറ്റിയത്? എന്താ അത്? പടച്ചോനെ, ഈ കുട്ടി ആളാരാന്നറിയാമോ? അതറിയില്ല. അങ്ങനെയെങ്കിൽ പോലീസിൽ അറിയിക്കട്ടെ സന്തോഷേ. കാലമല്ലാത്ത കാല. അത് തീർച്ചയായിട്ടും വേണം. ശരി, നിങ്ങൾ വിഷമിക്കാണ്ടിരി. കുട്ടി ഇപ്പൊ വരുന്നേ. ഭാസ്കര, നീ ഇങ്ങോട്ട് വന്നേ. നമുക്ക് ഇവിടം വരെ പോവാം. വാ.
നൊലോളിക്കണ്ട, ഓളിപ്പോ വരും. വണ്ടി എടുക്ക് സന്തോഷം. ഹലോ, തലരൂർ പോലീസ് സ്റ്റേഷൻ. ആ, എൻ്റെ പൊന്ന് സഹോദരി, കറണ്ട് ഇല്ലെങ്കിൽ കറണ്ട് ഉണ്ടാക്കാൻ ഇത് KSEB ഓഫീസൊന്നുമല്ല, കേസെടുക്കുന്ന സ്ഥലമാ, പോലീസ് സ്റ്റേഷൻ. ഓ ഓ ആ ശരി, എങ്കിൽ അറിയിക്കാം. കേട്ടോ മോനെ, സർ. ആ പാലേക്കര ഭാഗത്ത് കറണ്ടില്ലെന്ന്, KSEBിലോട്ട് വിളിച്ചിട്ട് അവർ ഫോണും എടുക്കുന്നില്ലെന്ന്. ഒന്ന് വിളിച്ചു നോക്കി. വിളിക്കാം സർ. ഹോ, കഞ്ഞിക്കുപ്പില്ലെങ്കിലും ആളുകൾ വിളിക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. ആ പറയടാ, വില്ലേജ്. സാറേ, ഒരബദ്ധം പറ്റിയതാണ് സാർ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കും സാറേ. നിന്ന് കുണുങ്ങാതെ മര്യാദക്ക് വില്ലേജ് പറയടാ. കുമാരപുരം. കുമാരപുരം. കരയോ? ചെത്തിക്കോട്. ചെത്തിക്കോട്. കയ്യിൽ ഫോണുണ്ടല്ലേ, ജാമ്യത്തിന് ആളെ വിളിച്ചോ, വീട്ടിൽ പോകണമെങ്കിൽ. ഇല്ലെങ്കിലേ കൊതുകടിയും കൊണ്ട് ഇന്നിവിടെ കിടക്കേണ്ടി വരും. സാറേ, ഞങ്ങൾ പരസ്പരം ജാമ്യം നിന്നാ പോരെ? നിങ്ങൾ പരസ്പരം നിൽക്കാമോ? അപ്പം നിനക്കൊക്കെ ഇത് സ്ഥിര ഏർപ്പാടല്ലേ? എന്തിനാടാ മക്കൾ തിന്നേണ്ട മുതൽ സർക്കാരിൻ്റെ ബാധ്യത തീർക്കാൻ കൊടുക്കണേ? കഷ്ടം തന്നെ. ഹലോ, തളരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. പാലേക്കര ഭാഗത്ത് കറണ്ടില്ല. ആ ശരി, കള്ളന്മാരുടെ ശല്യമുള്ള ഏരിയ അതാ. ആ ശരി. സാർ, എന്താ? അത് ഈ ഭാസ്കരന്റെ മോള് രാവിലെ കൂട്ടുകാരുടെ വീട്ടിൽ കല്യാണത്തിലാന്ന് പറഞ്ഞ് പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോ കല്യാണ വീട്ടിൽ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു സാറേ, പക്ഷേങ്കിൽ അവിടെ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല. ഓഹോ, മോൾക്ക് എത്ര വയസ്സുണ്ട്? 19. സംഗതി ഒളിച്ചോട്ടാണല്ലോ സുഹൃത്തുക്കളെ. ആട്ടെ, കൂട്ടുകാരനാരാന്നറിയൂ? അറിയില്ല. അതും അറിയില്ല. അതറിയാനാണോ മാഷേ പ്രയാസം? ഏറ്റവും അടുത്ത കൂട്ടുകാരികളെ വിളിച്ചൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ പോരെ? വിവരം ക്ലീൻ ആയിട്ട് ഇഞ്ഞു പോരും. അത് തന്നെ, ആ വഴിക്കൊന്ന് അന്വേഷിക്കാൻ മേലായിരുന്നു. അല്ലാതെ നിങ്ങൾ ഈ പാതിരാത്രിയിൽ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എവിടെ പോയി തപ്പാനാ? അവിടെ എങ്ങനെ പോയിരിക്കേ, SI വരും. കയ്യോ കാലോ വളരണമെന്ന് നോക്കി തേനേ പാലയെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വളർത്തും. പെൺകുട്ടികളാണെങ്കിൽ 18 തികയാൻ കാത്തു നിൽക്കുക കണ്ടവന്റെ കൂടെ ചാടിപ്പോവാൻ. ഇവറ്റകളൊക്കെ വെടിവെച്ച് കൊല്ലണം. ഇന്ന് കേസ് എത്രയുണ്ട്? ഇവന്മാരെയും കൂടി കൂട്ടി ഒരു 8 ആയി സാർ. ചെല്ലേ അകത്തേക്കില്ലേ? ഭാസ്കര, എന്താ പിള്ള സാറേ കേസ് ആയിട്ട്? ഒരു മിസ്സിംഗ് കേസാ, 19കാരി. ഇരിക്കെ. തൽക്കാലം നിങ്ങൾ കൂടി ഒന്ന് അന്വേഷിക്കേ. ഞങ്ങളുടെ അന്വേഷണത്തിനേക്കാൾ ഗുണം അതിനാ. ആ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തേക്ക്. മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ വേണം, ട്രേസ് ചെയ്ത് നോക്കാം. ശരി സാർ. ആ ശരി. നാലാമത്തെ കേസ് 645 അണ്ടർ സെക്ഷൻ 15C അബ്കാരി ആക്ട്, അക്യൂസ്ഡ് ജോസ് അറസ്റ്റ് ആൻഡ് വെയിൽഡ്. അഞ്ചാമത്തെ കേസ് 646 അണ്ടർ സെക്ഷൻ 279 IPC അക്യൂസ്ഡ് സോജൻ അറസ്റ്റ് ആൻഡ് വെയിൽഡ്. സന്തോഷേ, സുബൈക്ക് സമയമായി, നിസ്കരിച്ചിട്ട് വരാം. നീ എങ്ങും പോകരുതേ. ഉസ്താദ് പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? റിങ് ചെയ്യുന്നുണ്ട്, ശോ. ഫോൺ എടുക്കുന്നില്ല, സൈലന്റിലാണെന്നാ തോന്നുന്നത്. ആ നൗഫലിന്റെ ഭാഗത്തു നിന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവനെങ്കിലും ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു. ഇതിപ്പോ ആ പെങ്കൊച്ചിന്റെ വീട്ടുകാരോട് ഞാൻ എന്തു പറയും? അവർ കാണും പെണ്ണുമായിട്ട് ആകെയുള്ള കുട്ടിയാ. കൂട്ടുകാരൻ്റെ കല്യാണം, കുറച്ച് ദിവസങ്ങളായി ഓരോ നുണകൾ പറഞ്ഞ് വണ്ടി എടുത്ത് കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാതെ ചുറ്റി നടക്കുകയാണ്. ഒരാൺകുട്ടിയല്ലേ എന്ന് വെച്ച് കൂടുതൽ സംശയിച്ചില്ല. ഒക്കെ എന്റെ തെറ്റാ. ഇപ്പൊ തെറ്റു ശരിയും തിരിക്കേണ്ട നേരാണോ? എന്താന്ന് വെച്ചാ വേഗം അങ്ങോട്ട് ചെയ്യാ. ഒരന്യജാതിപ്പെട്ട പെൺകുട്ടിനെ മരുമോളായിട്ട് ഇതിനകത്ത് കയറ്റേണ്ടി വരും. ഞാൻ സമ്മതിക്കൂലട്ടോ. പുകഞ്ഞ കൊള്ളി പുറത്ത്. നീ മിണ്ടരുത്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. നിസ്കരിക്കുകയായിരുന്നു സാഹിബേ. എന്താണ് ഈ സമയത്ത്? ഉസ്താദെ, അത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ഭാസ്കരന്റെ മോള്. കേട്ടത് നേരാ. ആ പെൺകുച്ചിനെ കാണാതായി. അന്വേഷിക്കുന്നുണ്ട്. അത് ഉസ്താദെ, അതിനെ അന്വേഷിക്കണ്ട ഉസ്താദെ. എന്താ ആ കുട്ടി, ആ പെൺകുച്ചിന് എന്താ പറ്റിയേ? അത് ആ കുട്ടി മോന്റെ കൂടെ പോയിരിക്കുന്നത്. ഓ, ഞാൻ പേടിച്ചുപോയി. ഞാൻ വിചാരിച്ചു, അല്ല എന്നാലും പ്രശ്നമാണല്ലോ. ഭാസ്കരോട് ഇതെങ്ങനെയാ പറയാ? രജിസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇളയ മോള് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയണേ. ഇനി എന്ത് ചെയ്യും ഉസ്താദെ? എന്താന്ന് ആകെ പ്രശ്നമായില്ല സഫിയ. എന്താണ്? നോക്കട്ടെ സതീശ, നല്ല മുന്തിയ എനവാ. മക്കളെ നോക്കുന്ന പോലെ ഒരു 6 മാസം നോക്കിയാലുണ്ടല്ലോ, ആളിങ്ങേറി പെഴുത്ത് വരും. പിന്നെ പറയണ കാശാ. ഞാനീ മോളെ തിന്നു. നിനക്ക് പഴോ, എനിക്ക് തൊല്ലി. ബലം പിടിക്കല്ലേ കിടാവേ. തരാന്നേ, ഉരിയറ്റേന്ന്. സംഭവം ഭാസ്കറിന്റെ മോളുടെ കാര്യല്ലേ? അത് ഞാനറിഞ്ഞു. ന്യൂസിലേക്കായ ആ പെങ്കൊച്ചിനെ കുറിച്ച് പറയുമ്പോ എന്ത് നാവായിരുന്നു. മിടിക്കുകയാണ്, അടക്കമുണ്ട്, ഒതുക്കമുണ്ട്. എന്നിട്ടിപ്പ എന്തായി? മിണ്ടാപ്പൂച്ച കലോടച്ചില്ലേ? നല്ല മുഞ്ചുള്ളൊരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ കണ്ടപ്പോഴേ പപ്പടവും പഴവും പായസവും ഒക്കെ കൂടി ഒരു ചാപ്പാടടിക്കാനുള്ള നേരമായെന്ന് വിചാരിച്ചതേ ഉള്ളൂ. എല്ലാം കല്ലത്തേടായില്ലേ. ഒരു പഴവും കൂടി. കരിങ്കണ്ണ, വെറുതെ അല്ല ആ പെണ്ണിന് ഇങ്ങനൊരു ദുർബുദ്ധി തോന്നിയത്. കൊറേ നേരായല്ലോ രണ്ടും കൂടി ഏർപ്പാട് കൂടിയിട്ട്. മതി. പറ്റി ചോദിക്കുമ്പോ എണ്ണ ഉണ്ടാവൂല, കാശും ഉണ്ടാവൂല. വെറും വയറ്റില് തട്ടിവിട്ടാലേ വീടെത്തൂല. പിന്നെ കൂടെ ഉള്ളതേ നാൽക്കാലിയാണ്. അതിന് വഴി സാധിക്കാം. ഉമ്മർക്കാ, ആശാരി മുസ്ലിയാരി പിടിവിട്ട് പോണ്ടല്ല. ഈ ഭാസ്കറിന്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാ തോന്നണത്. നമ്മളിനി എന്തൊക്കെ കാണാൻ കിടക്കണ്. മുസ്ലിയാരുടെ പുറകെ ഒന്ന് പോയാലോ? വേണ്ടല്ലേ? കരീംക്ക, ഞങ്ങളുടെ കൊച്ചിനൊരു തെറ്റ് പറ്റിയതാ. ഞാൻ കാല് പിടിക്കാൻ കരീംക്ക. ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ചു തരണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. തിരിച്ചു വേണം.
എസ് ഐ സാറ് ആ അകത്തുണ്ട്. സാർ ഇരിക്കേ. സാറേ ഞാനാ പയ്യന്റെ പാപ്പയാ. മനസ്സിലായി. എന്താ നിങ്ങളുടെ തീരുമാനം? അവരുടെ രജിസ്റ്റർ നേരത്തെ കഴിഞ്ഞതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പ്. ഇനി വേർപിരിക്കുക എന്ന് വെച്ചാൽ പ്രയാസ. ഡിസിഷൻ അവരെടുക്കണം. പക്ഷെ സാർ അവർക്ക് വേറെ മക്കളില്ല. ആകെയുള്ളത് ഈ പെൺകുട്ടി മാത്ര. സാറിനറിയാലോ, ഞങ്ങളാണെങ്കിൽ 2 മതക്കാരും. സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാഹിബേ. പക്ഷെ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാലും പെൺകുട്ടിയുടെയും പയ്യന്റെയും താല്പര്യത്തിനാണ് നിയമസാധുത. അളിയ, വാപ്പച്ചി, ഇനിയിപ്പോ ഒന്നും മിണ്ടണ്ട. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അളിയൻ അറിയാറുന്നല്ലോ. എല്ലാം ഫേസ് ചെയ്തോ. അളിയൻ കാരണേ വാപ്പിച്ചിയുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന കംപ്ലീറ്റ് ഇമേജും പോയി കിട്ടി. എല്ലാം ഞാനും അറിഞ്ഞോണ്ടാന്നാ വാപ്പിച്ചിയുടെ വിചാരം. അത് രാവിലെ ഉമ്മച്ചിയുടെ സംസാരത്തിൽ മനസ്സിലായി. വാ ഇറങ്ങ്. കൊച്ചേ, കൃഷ്ണേ, നോക്ക് മോളെ, അച്ഛനെ നോക്ക്. നീ നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് വീട്ടിൽ പോവാടാ. നമുക്ക് വീട്ടിൽ പോവാം. മോളെ, ഇത്രയും നാളെ ചോരയും നീരുന്ന തുടച്ച് നിന്റെ അച്ഛനും അമ്മയല്ലേ? അവര് പറയുന്നത് കേക്ക്. അതെ, ഇവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും പാടില്ല. ഇതൊരു പോലീസ് സ്റ്റേഷനാ. പാരന്റ്സിന് സംസാരിക്കണമെങ്കിൽ ആകാം, പക്ഷെ ബലപ്രയോഗമൊന്നും പാടില്ല. ഹലോ, ആരാ? റെയ്ഹാനെ, നീങ്ങ വന്നേ. വാ. ആ ശരി, പിന്നെ വിളിക്കാട്ടോ. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. ഉസ്താദിന് എന്നെ മനസ്സിലായോ? പണ്ട് ഉസ്താദ് എന്നെ മദ്രസയിൽ ഒത്തുനിരുത്തിയിട്ടുണ്ട്. ചെമ്പാരംകുന്ന്. ഓ, ആരിഫ് എന്നാ പേര്. ഓർമ്മ കിട്ടുന്നില്ല. ഉസ്താദിനിപ്പോ എവിടെ ജോലി? ജോലി ഇപ്പൊ ആശാരിപ്പണിയാ, കാർപ്പൻ്റർ. പെൺകുട്ടികൾക്ക് പ്രേമം തലക്ക് പിടിച്ച വെള്ളരിച്ച് വാഴിച്ച പോലെയാ. പിന്നെ ജീവൻ നൽകി വളർത്തിയ അച്ഛനും അമ്മയും മങ്ങിയ കാഴ്ചയാ. സന്തോഷേ, വണ്ടി എടുക്കണ. മൂഢന്മാർ ഭവതത്വമെങ്ങനെ അറിയുന്നു? മൂടിപ്പോകയാൽ മഹാമായാമോഹാന്ധകാരെ. രാമഭദ്രായ പരമാത്മനേ നമോ നമ. രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ. പാഹി സൗമിത്രിസേവ്യ പാഹി മാം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന. സന്തതം നമസ്കാരം.
യുദ്ധമഭ്യർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായേൻ തവ സ്തുത്യ നിശ്ചല ഭക്ത്യ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും ദാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിച്ചതി മൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലം മാറുകാതാം മതശാസ്ത്രമം തത്ര അപ്രതിവദിക്കുന്നു തപസ്വിനി. ഭക്തി കൊണ്ടെറ്റം പവിത്രയായപ്പോഴും ഭഗവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം. ഭാസ്കര, പുറത്തുനിന്ന് ആരെങ്കിലും വരാനുണ്ടോ? എൻ്റെ കൊച്ച് ഉസ്താദിൻ്റെ കൊച്ചിനെ ഒന്ന് അറിയിക്കണം. വന്നേ. ആ തല അവിടെ കിട്ടിയോ? കാണണം. നീ ഇങ്ങനെ കരയല്ലേ? അവസാനായിട്ട് എൻ്റെ അമ്മേനെ എനിക്ക് കാണണം. ഞാൻ കാരണം എൻ്റെ അമ്മമ്മ ഭാവിയാ ഞാൻ. എൻ്റെ അച്ഛനെ അമ്മേനെ എനിക്ക് കാണണം. നീ ഒന്ന് സമാധാനപ്പെടും. ഉമ്മപ്പച്ചി ഒന്ന് വന്നോട്ടെ, നമുക്ക് പോവാം. എനിക്കിപ്പോ കാണണം, കണ്ടേ പറ്റൂ. എന്തായി ഐഷത്തെ തീരുമാനം? എന്താവൻ അബ്ദു? കരീമിന് ഫോണിൽ വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എവിടെ പോയതാ? കമ്പനിയിലുണ്ടാവും. ഏയ്, അവിടെ ഇരുന്നാ കേട്ടെ. നിനക്കറിയാല്ല, ഒരു മഴയ്ക്കൊന്നും കുട ചൂടുന്ന പ്രകൃതമല്ല റാബിയുടേത്. തീരുമാനം ഉണ്ടാകണമെങ്കിൽ കരീമ് തന്നെ വരണം. ആ പെങ്കൊച്ചവിടെ കിടന്ന് നിലവിളിക്കാണ്. മരിച്ച സ്വന്തം അമ്മൂമ്മയല്ലേ, വിഷമം കാണും. ഒരെണ്ണല്ലേ ഉണ്ടായുള്ളൂ. തേനും പാലും എന്നൊക്കെ പറഞ്ഞ് വളർത്തിയിട്ടുണ്ടാവുകയെ. അല്ല ഐഷാത്ത, ഈ കൊച്ചു നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന സ്ഥിതിക്ക് ഇനി എങ്ങനെ പഴയ ബന്ധുക്കളുടെയൊക്കെ മയ്യത്ത് കാണാൻ പോണ ശരിയാണോ? അതിനെന്ത് ശരിക്കേടാ അബ്ദു? ഓരോ പെങ്കൊച്ചുങ്ങളുടെ വിധിയെ ഒരാവേശത്തിനെടുത്തങ്ങോട്ട് ചാടും. ഒറ്റ ദിവസം കൊണ്ട് കൊതിയും മതിയും മാറുമ്പോ കൈകാലിട്ടടിച്ചങ്ങോട്ട് നിലവിളിയും തുടങ്ങും. എന്ത് കാര്യം. കുടുംബത്തിലെ സമാധാനം മുഴുവനും പോയി. നിങ്ങളെ വാപ്പിച്ച് ഇതെവിടെ പോയി കിടക്ക? മനുഷ്യനിവിടെ തീ പിടിക്കുമ്പോഴാ. ഉമ്മച്ചി, കമ്പനിന്ന് ഷമീർ വിളിച്ചു. വാപ്പിച്ച് വിവരം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം കൊണ്ട് വരുന്നുണ്ടെന്ന്. ഒരു കാരണവശാലും അനുവദിക്കരുത്. വന്നാ തടയണം. എന്ത് പ്രശ്നമുണ്ടായാലും. മരണവീടാണെന്നൊന്നും ആരും കരുതണ്ട. അതെ, ആ ഒരുമ്പെട്ടോള് കൊന്നതാ. അല്ലെങ്കിൽ ദേവകേമ മരിക്കാൻ എന്തായിരുന്നു അസുഖം? അവളുടെ ഒടുക്കത്തെ ഒരു പ്രേമം. സന്തോഷേട്ടാ, എന്താ? ആ പെൺകുട്ടി വരുമ്പോ കാണാൻ സമ്മതിക്കില്ലെന്നാ അവര് പറയണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വന്നേ. നീ ആ കുട്ടിയോട് വേഗം ഒന്ന് റെഡിയാക്കാൻ പറ. മരണ വീട്ടിലേക്ക് പോകാം. ഹലോ അഭിഷി, സിറ്റുവേഷൻ വളരെ മോശമല്ലേ?
അവരുടെ ആളുകൾ വല്ല പ്രശ്നവും? ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ആ കുട്ടിയോട് റെഡിയാകാൻ പറ. വാ മോളെ. നിക്ക്, എവിടേക്കാ? അല്ല, ഈ കുട്ടിയെ വേണ്ട, നടക്കില്ല. ഇവൾ ഒരുത്തിയാ തള്ളയെ കൊന്നത്. അന്യജാതിക്കാരന്റെ കൂടെ പോയപ്പോ നീ വിചാരിച്ചോ വീട്ടുകാരെ കുറിച്ച്? പ്രേമാണ് പോലും, പ്രേമം. എന്നിട്ടിപ്പൊ കണ്ണും നനച്ചുകൊണ്ട് വന്നിരിക്കണം. ഇതേ തിരിച്ചു വെക്കോ, അതാ നിങ്ങക്ക് നല്ലത്. ഈ കൊച്ചിന്റെ മുത്തശ്ശി ഒന്ന് കാണുന്നതിന് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? എന്താ ഇവരെ സഖവേ? ഈ നാടിനൊരു സംസ്കാരമുണ്ട്. ജാതിയും മതവും പറഞ്ഞ് ഒരു കുഴപ്പമുണ്ടാക്കാൻ ഈ നാട്ടിൽ ആരെയും അനുവദിച്ചിട്ടില്ല, ഇനിയൊട്ട് അനുവദിക്കുകയുമില്ല. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, നാടിന്റെ സമാധാനം കളയാൻ. ഭാസ്കരൻ പറഞ്ഞിട്ടാണ് ഇവർ വന്നതെങ്കിൽ അവർ കാണും. അതല്ല, പ്രശ്നം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. മക്കള് പോ. ക്ഷമിക്കണം സാഹിബേ, അവന്മാര് വിവരമില്ലാഞ്ഞിട്ടാ. ക്ഷമ പറയേണ്ടത് ഞാനാ സഖാവേ. ഇവരുടെ പ്രതികരണം സ്വാഭാവിക. എൻ്റെ മോൻ ചെയ്തത് വലിയൊരു അപരാധം തന്നെയാണ്, ഒരു ന്യായീകരണവുമില്ല. ഞാൻ അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി. സാരില്ല, വരൂ. ചെല്ലു മോളെ. വിവരങ്ങളൊക്കെ അബൂബക്കറാജിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബൂബക്കറാജി സാഹിബിനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞത്. ഒന്ന് റെഡിയാക്കി തരണം. നമുക്ക് വഴിയുണ്ടാക്കാം. ശരി ശരി. ഇനിയിപ്പോൾ അവരുടെ അടുത്ത് പോയി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ചെറുക്കനൊരു തെറ്റിയത്, അതിന് നമ്മള് മൂപ്പരെ കുറ്റം പറയുന്നില്ല. മക്കള് പല വയ്ക്കുമ്പോ അതിന് നമ്മള് ബാപ്പന്മാരെ കുറ്റം പറഞ്ഞ അതിന് നേരണ്ടാവൂ. പക്ഷേങ്കിൽ ആ പെങ്കൊച്ചിനെ പൊന്നാനി കൊണ്ട് ജീം പഠിപ്പിക്കാതെ മരണ വീട്ടിൽ കൊണ്ടാണ്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഓനൊരു പള്ളി പ്രസിഡന്റ് അല്ലേ, അതിന്റെ നിലയിലേക്ക് മൂപ്പര് നോക്കണ്ടേ? സമുദായത്തിനെ നാണം കെടുത്താൻ, അല്ലാതെ എന്താ ഒരു പള്ളി പ്രസിഡന്റ്. ഈ കരീമിനൊരു വിചാരമുണ്ട്, പുള്ളി പറയുന്നതും ചെയ്യുന്നതും മാത്രം ശരി, ബാക്കിയുള്ളവരൊക്കെ വെറും മണ്ടന്മാര്. അതെ, ഇത് ശരിയല്ല. ഇപ്പോഴും ആ പെൺകുട്ടി അവിടെ ഒരു അന്യജാതിക്കാരിയായിട്ടാ ജീവിക്കണത്. പേരിന് പോലും തലയിൽ ഒരു തട്ടം പോലുമില്ല. നിങ്ങൾ ഇതൊക്കെ വല്ലതും അറിയണണ്ട. പൊട്ടുകുത്താത്തത് ഭാഗ്യം. ഏതായാലും ഇത് ചോദ്യം ചെയ്യണം. ഒരു പള്ളി പ്രസിഡന്റ് ഇങ്ങനെ തുടങ്ങാൻ പാടില്ലല്ലോ, ആനക്കേട്. പള്ളി പ്രസിഡന്റ് സ്ഥാനത്ത് മൂപ്പരണ്ട് മാറട്ടെ, അതല്ലേ നല്ലത്. ഇല്ലാജേരെ അതാണ് അതിന്റെ ശരി. നമ്മൾ പരിചയപ്പെടാൻ പാടില്ലായിരുന്നു, ഇഷ്ടപ്പെടേണ്ടിരുന്നില്ല. എല്ലാം തെറ്റാ.
അച്ഛനും അമ്മയും. എൻ്റെ അമ്മമ്മ മരിച്ചത് ഞാൻ കാരണം. ഞാനൊരു പാപിയാ. അല്ല, നിങ്ങൾ എന്താ തീരുമാനിച്ചേ? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ആ പെണ്ണിന് ഓത്തു നിസ്കാരൊക്കെ പഠിപ്പിക്കണ്ടേ? അത് നീ എന്നോടാ ചോദിക്ക? നിന്റെ മോനോട് പറ. മോനല്ലല്ലോ ഈ വീട്ടിലെ കാരണോര്, നിങ്ങളല്ലേ? അല്ല, പക്ഷെ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് അവനാ. അവന്റെ ഭാര്യ അത്. എന്നിട്ട് ഓൻ പറയുന്ന പോലെ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കണല്ലേ? ദേ, ആളുകളോട് സമാധാനം പറയേണ്ട അവനല്ല, നിങ്ങളാണ്. അല്ലെങ്കിൽ തന്നെ ആളുകൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. എന്ത്? പെണ്ണിനെ പൊന്നാനി കൊണ്ടുപോകുന്നില്ലേന്ന്. ആ പെങ്കൊച്ച് വീട്ടുകാരും വേണ്ടപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ മോനെ മാത്രം വിശ്വസിച്ച് ഇറങ്ങിപ്പോന്ന കുട്ടിയാത്. അതിനെ ജീവന തുല്യം സ്നേഹിച്ച അമ്മൂമ്മയും മരിച്ച് അതാകെ മാനസികമായി തകർന്നിരിക്കുന്ന സമയം. ഇപ്പൊ അതിന് വേണ്ടത് നമ്മുടെ സ്നേഹം. അല്ലാതെ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മതപഠനം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ പൊന്നാനി കൊണ്ടുപോയി തള്ളിയ അത് അവിടെ ഒരു തടവറ പോലെ തോന്നും. മാനസികമായി കൂടുതൽ തകർന്നു പോകും. ഒരു സാവകാശം കിട്ടട്ടെ. മതപഠനമൊക്കെ നമുക്ക് വഴിപോലെ ചിന്തിക്കാം. ചോറ് വിളമ്പട്ടെ? വേണ്ട, വിശപ്പില്ല. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. ഇത്താത്ത, സെമീന, റിയാനോടെ? അവിടെ പത്രം വായിക്കുന്നു. ഞാൻ കൊടുത്തോളാം. ദാ ചായ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഉമ്മ? ഈ പെണ്ണിനെ ദീനു നിസ്കാരൊക്കെ പഠിപ്പിക്കണ്ടേ? അത് ഒരതും പറയണ്ട. ഓരോ തോന്നിയാസങ്ങൾ വരുത്തി വെച്ചിട്ട് അത് ഇത്. ദേ, ആളുകൾ ഓരോന്നും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. നാട്ടിൽ ഓരോ വിലയും നിലയൊക്കെ ഉള്ളതാ നിന്റെ വാപ്പയ്ക്ക്. മോശക്കാരനാക്കല്ലേ? ആ സ്വഭാവം അറിയാലോ. മക്കളോട് പോലും വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം തുറന്നു പറയില്ല. അപ്പൊ നമ്മൾ അതറിഞ്ഞു വേണം പെരുമാറാൻ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടാ? എത്രയും പെട്ടെന്ന് ബാപ്പച്ചിന്റെ തോന്നല് നിന്റെ നിർബന്ധം പോലെ പെണ്ണിനെ പൊന്നാനിയിൽ മതപഠനത്തിന് കൊണ്ടാക്കണം. നിസ്കാരം ഓത്തു ഇനി മുടങ്ങിയ കൊള്ളൂല. ആരോടാ ഇതൊക്കെ പറയുന്നത്? ചെയ്താ കൊള്ളാം. രാവിൻ നീലമിഴിയിൽ പൂന്തിങ്കൾ
താരാട്ടിന്നീണങ്ങളിറൻ കാറ്റിലലയേ ആലോലം താലോലമാടാൻ സ്നേഹമകലേ പൂങ്കുരുന്നേ നീ വരും നാളിതൾ തേടുമീ മൂകമാ സന്ധ്യ തൻ നോവിൽ തേങ്ങലായി ഹൃദയവനിലാരോ വീണ്ടും പവിഴമണികൾ തേടും പോലെ മകളെ മിഴിനീർമലരായി നിൻ തൂമുഖമരികെ ഹൃദയവനിലാരോ വീണ്ടും പവിഴമണികൾ തേടും പോലെ മകളെ മിഴിനീർമലരായി നിൻ തൂമുഖമരികെ കിളിക്കൊഞ്ചലിൽ മണിമഞ്ചലിൽ തളരുന്നിതെന്നോർമകൾ രാവിൻ നീലമിഴിയിൽ പൂന്തിങ്കൾ പൂത്തു നിറയെ താരാട്ടിൻ നീണങ്ങളിറൻ കാറ്റിലലയേ അഴലിൻ നിഴലിലേതോ തീരം തിരകളെഴുതി മൗനം മാത്രം കനവിൻ കസവാടയിതാ നിൻ പൂക്കണിയണിയാ അഴലിൻ നിഴലിലേതോ തീരം തിരകളെഴുതി മൗനം മാത്രം കനവിൻ കസവാടയിതാ നിൻ പൂക്കണിയണിയാൻ ഇളവേൽക്കുമോ തളിർപ്പന്തലിൽ ഒരു കുഞ്ഞു പൂമ്പാറ്റയായി രാവിൻ നീലമിഴിയിൽ പൂന്തിങ്കൾ പൂത്തു നിറയെ താരാട്ടിൻ നീണങ്ങളിറൻ കാറ്റിലലയേ ആലോലം താലോലമാടാൻ സ്നേഹമകലേ സീതേ 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 ഞാൻ കൊച്ചിനെ കണ്ട് ഓ ശരിക്കും കണ്ടോ?
ഒരു മിന്നായം പോലെ കണ്ട്. കൊച്ചു ശരിക്കും നന്നായിട്ടുണ്ടോ? ക്ഷീണമാ. ആണോ? പക്ഷേ നന്നായി വെളുത്തിട്ടുണ്ട്. രാവിലെ ഉസ്താദാ പറഞ്ഞ് അവർ കാറും കൊണ്ട് പോയിട്ടുണ്ടെന്ന്. അപ്പം എനിക്കറിയായിരുന്നു ആ പാടത്തെ വഴിയിലൂടെ വരുള്ളൂ എന്ന്. ഞാനവിടെ പോയി കാത്തു നിന്നു. എനിക്കും കാണാൻ കൊതിയാവണം. ഉസ്താദ് പറഞ്ഞ അവിടെ പോയിട്ട് കൊച്ചിനെ കാണാൻ അവർ സമ്മതിക്കോ? ആ, സമ്മതിക്കുമായിരിക്കും. ആണോ? പക്ഷെ വേണ്ട, കൊച്ചിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ. വെറുതെ അതിനെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നേ? ഇപ്പൊ കണ്ട ഒരു താത്തക്കുട്ടിയല്ലെന്ന് ആരും പറയില്ല. ആളുകള് പറയുന്ന നേരാ. എന്ത്? പ്രേമത്തിന് കണ്ണും കാതൊന്നും ഇല്ലെന്ന്. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അനുഭവം. പേരുൾപ്പെടെ വിലപ്പെട്ട പലതും ഞാൻ ഉപേക്ഷിച്ചില്ലേ. പെൺകുട്ടികൾക്ക് മുൻചിന്ത തീരെ കുറവാ. നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എല്ലാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാനില്ലേ. ഇതിന്റെ മെഹർ എത്രയാ? 140. ദേ കിടക്കുന്നു. നല്ല പിടക്കണ കയ്യിൽ 1/2 കിലോ തൂക്കട്ടെ? വേണ്ട, ഇപ്പൊ തന്നെ ഉള്ള വീടും പറമ്പും പണയത്തില്ല. വേണമെങ്കിൽ 1/2 കിലോ കൊണ്ടുപോകും. നല്ല ഉറക്കച്ചടവുണ്ടല്ലോ. ഈ വെളുപ്പിന് എഴുന്നേറ്റ് പോണേ. നിനക്കല്ല, മീന്. മുഖം കണ്ടിട്ട് നല്ല പരിചയമുള്ള എനവാണല്ലോ. കൊടുക്കാനാണ് നായരെ. നായരെ കൊടുത്തപ്പോ മേടിച്ചതാ മാപ്പിളെ. പിടികിട്ടി. ഇത് നമ്മുടെ ഭാസ്കരന്റെ അനവല്ലേ? ക്ടാവ് പരുവത്തി ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഇനം. എന്നാലും അത് വിൽക്കാൻ നേരത്തെ അവൻ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. വെറുതെ അല്ല അവന്റെ മോള് വല്ലവനും കൂടെ ഒളിച്ചോടി പോയത്. അവനോട് 2 വാക്ക് പറഞ്ഞിട്ട് എന്നെ കാര്യം. അങ്ങനെ വിട്ടാ പറ്റിയില്ലല്ലോ. അത്രക്കായി അവൻ. അല്ലെങ്കിൽ തന്നെ ആ പെങ്കൊച്ച് പോയ പിന്നെ മരിച്ച മയ്യത്ത് പോലെ 2 എണ്ണം അവിടെ ജീവിക്കണേ. ഇനിയിപ്പോ ആ കാക്ക അവിടെ ചെന്ന് വല്ല ഒച്ചപ്പാടുണ്ടാക്കുവോ എന്റെ പഠിച്ചോ. ഭാസ്കറിന്റെ കാര്യം കഷ്ടമാണ്. പണ്ടൊക്കെ പുള്ളീനെ പണിക്ക് കിട്ടണമെങ്കിൽ എത്ര ദിവസം പിന്നാലെ നടക്കണം. ഇപ്പൊ ആർക്കും വേണ്ട. പണിയില്ല, പഴയ ഉത്സാഹമൊന്നുമില്ല. അതുകൊണ്ടാ. കിടാവിനെ കൊടുത്തതിന് നിനക്ക് വിഷമായില്ലേ? സാരമില്ല. നമ്മൾ ശ്രദ്ധിക്കാത്ത പിന്നെ പാലും കുറഞ്ഞു, അത് ക്ഷീണിച്ചും പോയി. കിടാവും ചത്തില്ലേ? കാര്യം നല്ല ഏനോ, ആർക്കെങ്കിലും ഗുണമായിക്കോട്ടെ. നമുക്കിനി പശുവും വേണ്ട, കോഴിയും വേണ്ട, ഒന്നും വേണ്ട. നമുക്കിനി നമ്മൾ മാത്രം മതി. ആരെ വിളിക്കുന്നുണ്ട്? എടാ ഭാസ്കര, മനുഷ്യനായ നന്ദി വരോടാ നന്ദി. ഈ വഴി കാണുന്ന കൊടിച്ച് പട്ടിയില്ലേ, അതിന് ചുമ്മാ ഒന്ന് നോക്കിയാ മതി. അത് പിന്നെ കാണുമ്പോഴേ വാലയിലും ആട്ടിക്കാണിക്കും. നിന്നെയുണ്ടല്ലോ മൃഗത്തിന്റെ കൂട്ടത്തിൽ പോലും കൂട്ടാൻ കൊള്ളിയല്ല.
ഞാൻ എന്ത് ചെയ്തു എന്നാ ഇക്ക പറയുന്നേ? അയ്യോ ഞാൻ എന്നാ ചെയ്തെന്ന് അപ്പൊ നിനക്കൊന്നും അറിയേല. എടാ ഞാൻ ഒറ്റ കാരണമാണോ നിനക്ക് ആ കിടാവിനെ കിട്ടിയത്? എന്നിട്ട് നീ എനിക്ക് എത്രയാ കയറൂലി തന്നത്? 300 തൊലി. ഈ 300 തൊലി എന്ന് പറഞ്ഞാ 4 ചായക്കുള്ള കാശേ ഉള്ളൂ. നീ ഇവിടെ നോക്കടാ. എന്നിട്ട് ഞാനത് പൊരുത്തപ്പെട്ടതേ നിന്നെ കൊണ്ട് ഇനി എനിക്ക് ഗുണം ഉണ്ടാവുന്ന കരുതിയിട്ടാ. എന്നിട്ട് നീ അതിനെ കൊടുത്തപ്പം എന്നോടൊരു വാക്ക് ചുമ്മാതെങ്കിലും ചോദിച്ചോടാ? ഈടാ നീ മനുഷ്യനാണോടാ? നന്ദി കെട്ടവൻ. വെറുതെ അല്ലടാ നിന്റെ മോള് ഞങ്ങളുടെ കുടുത്തി കൂടിയത്. ഏരെണ്ണം കെട്ടവനെ. അതിനെന്താ ഇവിടെ ഉണ്ടായത്? ചുമ്മാ തൊപ്പിയും വെച്ച് ഇറങ്ങിയിരിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട, ഒരു മനുഷ്യപ്പറ്റാത്ത ജാതിയാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. താത്ത, ഈ ഐഷത്താത്തയുടെ വീട് എവിടെയാ? മംഗലത്ത് വീട്ടുപണിക്കൊക്കെ പോണേ. ഓ അതോ? അല്ല, നീ ആ ഭാസ്കരന്റെ പെണ്ണല്ലേ? മകളുടെ വിശേഷം അറിയാൻ പോണേയിരിക്കും. ചൊയ്യാട്, നിന്റെ മോള് നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാ. ജാതി മതമൊന്നും നോക്കാതെ പുളിങ്കൊമ്പിലല്ലേ കേറി പിടിച്ചേക്കണത്. ചെല്ല്, ചെന്ന് മോളുടെ വിശേഷം അറിയും. കുറച്ചങ്ങോട്ട് ചെന്നാ ആദ്യം കാണുന്ന ഊടുവഴിക്ക് ഇറങ്ങിയ 4ാമത്തെ വീടാ. ചെല്ല്, ഇങ്ങോട്ട് നടക്കാടെ. ഒരെണ്ണുള്ളെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നാ പഴമക്കാര് പറയണത്. അതെത്ര നേരാ? അല്ലെങ്കിലേ കുട കമത്തി വെള്ളമൊഴിച്ചതുപോലെയാവും, നേരെയാവില്ല. ഇങ്ങോട്ട് നടക്കാടെ. തോറ്റ് ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ആരാ? ഐഷത്താത്തയുടെ വീടല്ലേ? അതെ. ഒരു കാര്യം പറയാണ്ടായിരുന്നു. ഉമ്മ പണിക്ക് പോയിരിക്കുക. ആണോ? ആരാ സീനോ? ഉമ്മേനെ തിരക്കി വന്നതോ ഉമ്മച്ചി? ഒരു ചേച്ചിയാ. ആ ദാ ഉമ്മ വരണുണ്ട്. ആരാ? ഞങ്ങളുടെ കൊച്ചാ മംഗലത്തെ. ആ മനസ്സിലായി. ഭാസ്കരന്റെ. കേറിയിരിക്കുമോളെ, ഞാൻ മംഗലത്ത് നിന്ന് വരണ വഴിയാ. കേറിയിരിക്കാൻ സമയമില്ല, ഞാൻ ആളോട് പറയാതെ വന്ന. കൊച്ചിനവിടെ സുഖാണോ? അവിടെ സുഖത്തിന് എന്താ മോളെ ഒരു കുറവ്? നമ്മളെ പോലെയാണോ? വലിയ വീട്ടുകാരല്ലേ, എല്ലാവർക്കും അവളെ വലിയ കാര്യമാ. ആദ്യമൊക്കെ റാബിയൊക്കെ ഇഷ്ടക്കുറവുണ്ടായിരുന്നു, ഇപ്പൊ സ്വന്തം പെൺമക്കളെക്കാളും കാര്യമാ. പിന്നെ എന്താന്ന് വെച്ചാ, നിങ്ങളെയൊക്കെ ഓർക്കുമ്പോ ആ മോക്ക് നല്ല വിഷമമുണ്ട്. അല്ലോ, പറയാൻ മറന്നു, ഒരു സന്തോഷ വർത്താനുണ്ട് കേട്ടാ. മോക്ക് വിശേഷമായി. ആ കാലത്തൊരു ചെറിയ തലകറക്കുണ്ടായി. കാറും വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോയി. വിവരം അറിഞ്ഞപ്പോ പറയണ
ഓ മംഗലത്ത് പെരുന്നാളാർന്ന്. ദേ ഇത് പായസ. വിവരം ഇന്ന് തന്നെ അറിയാൻ ഇത് കുറച്ച് കുടിക്കാൻ യോഗം ഉണ്ടായില്ല. ഓ പടച്ചോന്റെ കുതിരത്തെ. ആ ഏതായാലും മോളെ കൊണ്ട് കയറി ഇത് കുറച്ച് കുടിച്ചിട്ട് പോയാ മതി. വാ മോളാ കയറി വാ. വാ മോളെ. എന്റെ മോളാ. ചേച്ചിയോട് ആദ്യം സംസാരിച്ചത് എൻ്റെ മോളാ. അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ കിണറ്റിൻകരയിൽ കാല് തെറ്റിയൊന്ന് വീണതാ. 14 കൊല്ലമായിട്ട് ഇപ്പോഴേ കിടപ്പ് തന്നെയാ. മരുന്നും വൈദ്യം കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കൊച്ചിന്റെ പാപ്പ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേൾക്കണു. അന്വേഷിക്കാതായപ്പോ ഞങ്ങളും തിരക്കാറില്ല. ചേച്ചിതാ പായസം. കുടിക്കുമോളെ. ഞാനിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം. അവിടെ കൊച്ചിന്റെ അച്ഛനല്ലേ. ആ അത് ശരിയാ മോളെ. കുറച്ചെടുത്തിട്ടേ ആ പാത്രം എടുത്ത് ചേച്ചിയുടെ കൈ കൊടു. ഈ മധുരം കഴിക്കേണ്ടത് ഇവരാ. നാളെ എനിക്ക് ആ മോളോട് പറയാലോ. ഷോ അതിനൊരു സന്തോഷാകും. ശരി. നീ കുടിച്ചോ? പിന്നെ കുടിക്കാം. അവർക്ക് സ്വന്തം വീട്ടിലെ പെങ്കൊച്ചുങ്ങളെ പോലെ തന്നെയാണ് നമ്മളെ കൊച്ചു. കാറും വേണ്ട കാശും പണവും വലിയ വീടും ഉള്ളിടത്ത് ചെന്ന് കയറാനായിരുന്നു യോഗം. എല്ലാം നമ്മുടെ കൊച്ചിൻ്റെ ഒരു ഭാഗ്യമാണ്. അപ്പം നമ്മളോ? ഭാഗ്യവും യോഗവും ഇല്ലാത്ത അച്ഛനും അമ്മയും. ഇതെന്താ ഏട്ടാ ഇരുട്ടത്ത് ഇവിടെ വന്നിരിക്കുന്നത്? ഞാനൊരു സ്വപ്നം കണ്ടു. പിന്നെ ഉറക്കം വന്നില്ല. നമ്മുടെ മോള് പ്രസവിച്ചു. പെങ്കൊച്ച. നിന്നെ പോലെ ഉണ്ട്. നമുക്ക് പെങ്കൊച്ചു മതിയില്ലേ? ദിനം പ്രതി പെണ്ണിന് മഞ്ച ഏറി വരാ. സുഖിപ്പിക്കണ്ട. സത്യം. അതെ പ്രഗ്നന്റ് ആണെന്ന് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ട്. അശത്താത്തയാ പറഞ്ഞേ. നമുക്കിന്ന് രാത്രി വീട് വരെ ഒന്ന് പോയാലോ? അച്ഛനെയും അമ്മേനെയും ഒക്കെ കാണാൻ കൊതിയാവുന്നു. ഉമ്മയോടൊന്ന് ചോദിക്കണ്ടേ? ഉമ്മയോട് ചോദിച്ചിട്ടാണോ എന്നെ സ്നേഹിച്ചത്? അല്ലല്ലോ. ഉമ്മയോട് ചോദിക്കുന്നതിലും ഭേദം പോണ്ടെന്ന് തീരുമാനിക്കുന്നതാ. ഒരു കാര്യത്തിൽ നിന്റെ മുൻവിധി പാടില്ല. ഇല്ല, മുൻവിധി മനസ്സിന്ന് കളഞ്ഞു. ഉമ്മയുടെ പുന്നാരമോൻ തന്റെ ഭാഗം ശരിയാന്ന് തെളിക്കും. കാണട്ടെ. ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നോക്കട്ടെ. ഹോസ്പിറ്റലിൽ ഉമ്മയും വരുന്നുണ്ടോ? മരുമകളോട് സ്നേഹമുള്ള അമ്മായിയമ്മയുടെ ഉത്കണ്ഠയല്ലേ, വരണ്ടാന്ന് പറയാൻ പറ്റുമോ? പിന്നെ റിയാനോടെ വരിക.
സൽക്കാരത്തിന് പോവാനല്ല ചമഞ്ഞൊരുങ്ങാൻ. വാ. വാ. ഐഷത്താത്ത കേട്ടത് ശരിയായിരിക്കൂല സീതെ. ഈ ഹോസ്പിറ്റലൊന്നും ആയിരിക്കൂല. നിങ്ങൾ കിടന്ന് പിടയ്ക്കാതെ. അതേന്നേ, അവരിപ്പോ വരും. അപ്പുറത്തേക്ക് നിക്ക. ഓ, കൊച്ചു നല്ല നിറം വെച്ചിട്ടുണ്ടല്ലേ, നന്നായിട്ടുണ്ട്. നമുക്ക് ഇത്തേനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ, മോളെ കാണാൻ പറ്റുമെന്ന്. അതൊന്നും വേണ്ട, കൊച്ചിന് ബുദ്ധിമുട്ടാവും. ഗുരുവായൂർക്കൊന്ന് പോണം. കയ്യിൽ കാശുമില്ല. നിന്റെ കയ്യിൽ കാശുമില്ല ഇരിപ്പുണ്ടോ? എൻ്റെ കയ്യിൽ എവിടുന്ന കാശ്? കിടാവിനെ വിറ്റപ്പം പാല് കച്ചവടം നിന്നില്ലേ? ഉണ്ടായിരുന്ന അന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ലേ? ഇനിയിപ്പോൾ 10-30 കാണും, അത്രേ ഉള്ളൂ. ഒരിടം വരെ ഒന്ന് പോയി നോക്കട്ടെ, കിട്ടിയാൽ ഇന്ന് രാത്രി തന്നെ പോണം. ഇതെന്താ ഇപ്പം ഇങ്ങനൊരു ചിന്ത? ഗുരുവായൂർ ചെല്ലട്ടെ, പറയാം. ഞാൻ പറയും പോലെ കേൾക്കണേ. എന്താ ഭാസ്കര പതിവില്ലാതെ ഈ സമയത്ത്? അത് കുറച്ച് കാശ് കടായിട്ട് കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. എത്ര ആശാ? ഒരു 2000 രൂപയെങ്കിലും വേണം. ഓ, 2000? എൻ്റെ കയ്യിലിപ്പോൾ 500 കൂടിയ ഒരു 600 രൂപ കാണും. ഉണ്ടായിരുന്നതാ. ആ വാസുവിൻ്റെ പെണ്ണ് വന്നിപ്പോൾ കുറിക്കാശ് കൊടുത്തു. നിനക്കിപ്പോൾ കാശ് എന്താ ആവശ്യത്തിനാ? ഗുരുവായൂർക്കൊന്ന് തൊഴാൻ പോകണമെന്നുണ്ടായിരുന്നു. എപ്പോ? പറ്റിയ ഇന്ന് രാത്രി തന്നെ പോണം. ഓ, നീ ഒരു കാര്യം ചെയ്യും, പോകാനുള്ള ഒരുക്കങ്ങളെ കൂട്ടിക്കും. ഞാനൊന്ന് നോക്കട്ടെ, വഴിയുണ്ടാക്കാം. ചെല്ലേ, നീ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാലേ അത് സാധിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ മര്യാദയുടെ അല്ലടാ. നീ ചെല്ല് ധൈര്യമായിട്ട് ചെല്ലടാ. ഇതെന്താ ചേട്ടാ അഴിച്ചെടുത്തേ? അതൊക്കെ ഉണ്ട്. ഗുരുവായൂർ ചെല്ലട്ടെ, പറയാം.
ഉമ്മർക്ക് വന്നോ? ഉമ്മർക്ക വന്നില്ല, വരും. നീ കതവ് പൂട്ടിക്കും. ഇതാ വരുന്നുണ്ടല്ലോ. ആ ഉമ്മർക്ക സംഗതി കിട്ടി. ആളെ കണ്ടു കിട്ടാൻ കുറച്ച് താമസിച്ചു, അതാ. നീ തിരിച്ചു തരാൻ തിരക്ക് കൂട്ടണ്ട, കിട്ടുമ്പോ തന്നാ മതി. ആ എന്നാ ശരി, ഞാൻ പോട്ടെ. പോയിട്ട് വാ. ഇത് വെക്കണോ? ഞാൻ വെച്ചോളാം. പൂട്ടണേ. ആ ലൈറ്റൂടെ അണച്ചേക്കും. ആ ഇത് നിങ്ങൾ അവിടെ മറന്നു വെച്ചതാ. അതാ ശരി, പോട്ടെ.
ആളിറങ്ങണം. ആ ആ പോവാ. അതൊക്കെ മാനേജരോട് പറഞ്ഞാൽ മതി. കുറച്ച് പൈസ ഇപ്പോൾ കൊടുക്കുക, ബാക്കി പിന്നെ ആവാം. ഇതൊക്കെ നല്ല മര. ഫ്രണ്ട് കെട്ടിലേക്കൊക്കെ ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. വാലൈക്കും സലാം. ആ കരീമേ, ഈ ഹജ്ജിന് യാത്ര പറയാൻ വന്നതാ. ഞാൻ വീട്ടിലും പോയായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാ മറ്റന്നാള് എസ കഴിഞ്ഞ് പോകാമെന്ന് ഓർത്തു. നല്ല തന്നെ, ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. തീർച്ചയായും ദുആ ചെയ്യും. ഇക്കടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെന്ന്. ഓ അസ്സലാമലൈക്കും. പോട്ടെ, ഇനിയും കുറച്ച് ആൾക്കാരെ കാണാൻ. ആയിക്കോട്ടെ. ആ ശരി ശരി. കരീംക്ക് ഇതുവരെ ഹജ്ജിനൊന്നും പോയിട്ടില്ലല്ലേ? ഇല്ല, ഉംറയ്ക്ക് പോയിട്ട്. അതെന്താ? ഈ സമ്പത്തുള്ളവരൊക്കെ നിർബന്ധമായിട്ട് ഹജ്ജിന് പോകണമെന്നല്ലേ നിയമം? ഇൻഷാ അല്ലാ പോണം. പലരും കരുതണ പോലെ ഹജ്ജെന്ന് പറഞ്ഞ ഒരു യാത്രയോ മറ്റാചാരാനുഷ്ഠാനങ്ങളോ മാത്രമല്ല, അതിന് സാമൂഹ്യപരമായൊരു നയമുണ്ട്. സമൂഹ നന്മയ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടും ദുരിതമൊന്നും കാണാതെ ഹജ്ജിനെ കേവലം ടൂറായി മാത്രം കാണാൻ എന്നെക്കൊണ്ട് പറ്റില്ല. വേണു ആ ശരി, കൊടുക്കാം. ഫോൺ ആരാ? അസീക്ക. ആ കരീംക്ക. എന്താ സി? ശരി ആണോ? നീ ഒരു കാര്യം ചെയ്, റൈഹാനെ വിളിക്ക്, ഞാൻ അവനോട് പറഞ്ഞോളാം. ശരി, ഞാൻ പോകുന്നു. റൈഹാൻ വരുമ്പോൾ അസിയുടെ കാര്യം അവൻ പറയും പോലെ ചെയ്യാൻ പറ. ശരി. അസ്സലാമലൈക്കും. വാലൈക്കും സ്ലാം. എന്താ ഉസ്താദേ? സാഹിബേ, നിങ്ങളും അങ്ങനെ ചിന്തിച്ചല്ലോ. എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്. മനസ്സിലായില്ല. അവരുടെ മോള് നിങ്ങളുടെ മകനെ സ്നേഹിച്ച് ഇറങ്ങിപ്പോകുന്നത് കുറ്റം തന്നെയാണ്. പക്ഷേങ്കിൽ ആ കുറ്റത്തിന് ആ പാവങ്ങളെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഉസ്താദ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഭാസ്കരൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഭാസ്കരനെ ഞാൻ എന്ത് ചെയ്ത് ശിക്ഷിച്ചെന്നാ ഉസ്താദ് പറയണേ? ജമാഅത്ത് ഭാസ്കരനും ഭാര്യനും മതം മാറ്റാൻ തീരുമാനിച്ചത് സാഹിബും കൂടി അറിഞ്ഞോണ്ടല്ലേ? ഭാസ്കരനും ഭാര്യനും മതം മാറ്റുന്നു? ആര്? ജമാഅത്തോ? ഏയ് ഇല്ലില്ല, ഇല്ലാത്തത് പറയരുത്. അപ്പോൾ പ്രസിഡന്റ് അറിയാതാ കമ്മിറ്റി ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക? കൊള്ളാം, നല്ല കഥ. അപ്പോ ഞാനറിയാതെ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടല്ലേ? ഉവ്വ്, അവരെ പൊന്നാനി കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് ചിലരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു സാഹിബും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കണമെന്ന്. ക്ഷമിക്കണം. എങ്കിലും ഇത് അനുവദിക്കാൻ പാടില്ല ഉസ്താദെ. എതിർക്കണം. നമ്മുടെ കൂട്ടത്തിലേക്ക് പുതുവിശ്വാസികൾ വരുന്നതിന് ഞാൻ എതിരല്ല. മതത്തെ പഠിച്ചു വേണം വരാൻ. ഇതങ്ങനെയല്ല. മകളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അവർ മതം മാറാൻ തയ്യാറാകുന്നേ. ഇത് തടഞ്ഞില്ലെങ്കിൽ ആ സമുദായത്തിന് മുന്നിൽ മാപ്പില്ലാത്ത തെറ്റുകാരനാവും ഞാൻ. മോഹൻ, ആ അച്ഛനമ്മമാരോട് ചെയ്ത് വലിയൊരു ദ്രോഹം തന്നെയാണ്. ഇത് തടഞ്ഞെങ്കിലും എനിക്കവരോട് നീതി പുലർത്തണം.
സിറാജേ, പണ്ടൊരു പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ സംസ്ഥാന പ്രസിഡന്റ് പുറത്താക്കിയ കഥ കേട്ടിട്ടുണ്ട് ഞാൻ. ഇത് അതിലും വലിയ തമാശയാണല്ലോ. സാഹിബ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. പ്രസിഡന്റ് അറിയാതെ തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെങ്കിൽ ആ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ ഞാനില്ല. ദാ എന്റെ രാജിക്കത്ത്. സാഹിബേ, അത് ഭാസ്കറിന്റെ കാര്യം സാഹിബിനെ അറിയിക്കാതെ മറച്ചു വെച്ചതിൽ ക്ഷമിക്കണം. സാഹിബ് അറിഞ്ഞ സമ്മതിക്കില്ലെന്നറിയാം. ശരിയാ, സമ്മതിക്കൂല. ഇതെന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല. ഇസ്ലാമിക ചട്ടമനുസരിച്ച് ഈ മതമാറ്റത്തിന് എന്ത് സാധ്യതയുള്ളത്? അത് വെറുതെ അത് ഇതൊന്നും പറയേണ്ട സാഹിബേ. അറിയില്ലെങ്കിലേ പള്ളിയിൽ ഒരു ആലയമുണ്ട്. ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി തീരുമാനമെടുക്കണം. പണത്തിനും മുതലിനും മറ്റ് സ്വാർത്ഥതയ്ക്കും വേണ്ടിയുള്ള മതമാറ്റം ഇസ്ലാം മതം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഭാസ്കരന്റെയും ഭാര്യയുടെയും മതമാറ്റം ഇതുപോലെ ഒന്നാ. മകൾക്ക് വേണ്ടി മാത്രമായി ഈ മതമാറ്റം, അല്ലാതെ മതത്തെപ്പറ്റി പഠിച്ചിട്ടൊന്നുമല്ല. എന്റെ ഉള്ളിൽ ഹയാത്തുണ്ടെങ്കിൽ ഞാൻ ഈ മതമാറ്റം അനുവദിക്കില്ല. ആദ്യം മതത്തിലുള്ളവരെ ഇസ്ലാംകാരും ഈമാൻകാരും പഠിപ്പിച്ച് മുസ്ലിമാക്കാൻ നോക്ക്. എന്നിട്ട് മതി അന്യമതക്കാരുടെ കാര്യം. ഉസ്താദിന്റെ പരിമിതി എനിക്ക് മനസ്സിലാകും. നിങ്ങളൊക്കെ നാവിന് താഴെ വീണ പുരോഹിതന്മാരാണല്ലോ. വെള്ളിയാഴ്ച കുത്തുബക്ക് കയറിയാൽ പോലും കമ്മിറ്റി അംഗങ്ങളുടെ താല്പര്യം കൂടി നോക്കണമല്ലോ. ഇതൊക്കെയാ ഉസ്താദെ നമ്മുടെ സമുദായത്തിന്റെ ശാപം. അവരെ കൊണ്ടുപോയി. ആര്? തക്കാ മജീദും ഈരാക്കി. ഞാനിപ്പോ പള്ളിയിൽ നിന്നാണല്ലോ വരണത്. മജീദ് അവിടെ ഉണ്ടല്ലോ. അന്നേരം ഭാസ്കരനും പെണ്ണും ബീരാക്കയുടെ വീട്ടിലുണ്ടായിരുന്നു. മുസ്ലിയാരെ കലിമ ചൊല്ലി കൊടുത്തുന്നാ കേട്ടെ. ഇപ്പോൾ അവർ ടൗണിലേക്ക് പോയിട്ടുണ്ട്. സ്റ്റാൻഡിൽ കാണും. 9:00 പൊന്നാനിക്കൊരു വണ്ടിയുണ്ട്, അതിനാ പോണേ. ഇപ്പൊ സമയം 8:30. പൊന്നാനി ബസ് അവരെ വിളിക്കും. പൊന്നാനിക്കുള്ള ബസ് വന്നിക്കുന്ന ബേമ്പ. ഒന്ന് പെട്ടെന്ന് വാന്ന്.
ഭാസ്കര, നിങ്ങൾ എങ്ങോട്ടാ? വേണ്ട, നിങ്ങൾ എങ്ങോട്ടും പോണില്ല. വാ, നമുക്ക് തിരിച്ചു പോകാം. സാഹിബേ, ഇതെന്തായി കാണിക്കണേ? അതെങ്ങനെ ശരിയാവും? അത് ശരിയാവില്ല. ഖത്തീബ് ഷഹാദത്ത് തല്ലിക്കൊടുത്ത് ജയിലിലാക്കിയതാ. മതകാര്യങ്ങൾ പഠിക്കാൻ പൊന്നാനിക്ക് കൊണ്ടുപോവാ. അതിന്റെ ഇടയിൽ കയറി നിങ്ങൾ വെറുതെ ഇടങ്ങേറാക്കരുത്. കണ്ണടച്ചാ കാണുന്ന ഇരുട്ടല്ല ബീരാൻക. വിശ്വസിച്ചിരുന്ന മതത്തേക്കാ ശരി. വിശ്വസിക്കാൻ പോകുന്ന മതാന്നുള്ള തിരിച്ചറിവ മതമാറ്റത്തിന്റെ യഥാർത്ഥ സാധ്യത. ഇതങ്ങനെയല്ല. ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ വിശ്വാസങ്ങൾ തന്നെയാ. ഇല്ലെന്ന് ഇവര് പറയട്ടെ. ഭാസ്കര, മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള മതമാറ്റത്തിന് ഇസ്ലാം മതം ഒരിക്കലും അനുവദിക്കുന്നില്ല. പൊതുവിശ്വാസികൾ ഭാരം ചുമക്കുന്ന നാൽക്കാലികളെ പോലെ ആവരുതെന്ന് നബി വചനമുണ്ട്. അറിയോ? ഓ, അതിപ്പോ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. വേണ്ടപ്പെട്ട ആളുകൾ ഞങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ച് ഞങ്ങൾ ചെയ്യുന്നു, അല്ല വീരാൻക? സാഹിബേ, തടസ്സം നിന്ന് സമുദായത്തിൽ മോശക്കാരനാവരുതേ. നമുക്ക് തിരിച്ചു പോകാം. ഇല്ലിക്ക, ഇക്ക പറഞ്ഞത് നേരാ. ഇതുവരെ വിശ്വസിച്ചത് മോശമായിട്ടോ ഇനി വിശ്വസിക്കാൻ പോണത് ഇതിൽ നല്ലതായിട്ടോ അല്ല ഞങ്ങൾ മതം മാറുന്നത്. ഞങ്ങൾക്ക് വലുത് ജാതിയും മതവും ഒന്നും അല്ല. മോളെ സ്നേഹം തിരിച്ചു കിട്ടണം. അതിന് ജാതിയും മതവും ഒന്നും പ്രശ്നമാവരുത്, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വേണ്ട, മകളെ സ്നേഹിക്കാനും ആ സ്നേഹം തിരിച്ചു കിട്ടാനും ജാതിയും മതം ഒന്നും പ്രശ്നമാവില്ല. ഞാൻ ഉറപ്പു തരുന്നു. ഇതെന്നെയും കൂടി ബാധിക്കുന്ന പ്രശ്നമല്ലേ. വാ, നമുക്ക് തിരിച്ചു പോകാം. ലോകം അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ എങ്കിലങ്ങനെ ആവട്ടെ. നിങ്ങൾ വലിയൊരാളാ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും പറയൂല. വലിയ അറിവും ഓരോന്നും ഇല്ലെങ്കിലും പറയുക. അതൊന്നും വേണ്ട, ശരിയാവൂലേക്ക. അങ്ങനെയുള്ള നമ്മളെ ബന്ധമൊന്നും കാലാകാലം നിൽക്കൂല. അടുത്ത ബന്ധുക്കൾ വരെ നിങ്ങളെ കുറ്റപ്പെടുത്തും. ബസ് പോയല്ലോ ഭാസ്കര, അതേ ബസ് പോണു. ഇല്ല, ഇവര് വരുന്നില്ല. സാഹിബേ, നിങ്ങൾ കാണിക്കണമെന്നും ശരിയല്ല കേട്ടോ. ആയിക്കോട്ടെ, മകശ്ശിറയിലെ പടച്ചറപ്പിനോട് ഞാൻ സമാധാനം ബോധിപ്പിച്ചോളാം. പോരെ? വാ, നടക്ക്.